നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ ഒരു ജിം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഷാഫി സാറിന്റെ ഒരു ഇൻസ്പിറേഷനിൽ ഓക്കെ ഓക്കെ തുടങ്ങിയതാണ്. അപ്പം ഓക്കെ ആ ടൈം ബ്രേക്ക് ചെയ്യണ്ട, അതൊരു കട്ട് ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ മുന്നോട്ട് പോയി. അതിനുശേഷമാണ് ഈ നോട്ടിഫിക്കേഷൻ കിട്ടിയത്. അതുകൊണ്ട് നോട്ടും പെന്നൊന്നും തീർച്ചയായിട്ടും ഇല്ല. തീർച്ചയായിട്ടും. പക്ഷെ ഓക്കെ അറ്റ്ലീസ്റ്റ് അത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് മുൻപ് ബിസിനസ് ചെയ്തിരുന്നു. ബിസിനസ് ചെയ്യണം നല്ല ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ഓക്കെ കുറച്ചു കാലം റൺ ചെയ്തു. പിന്നെ ചില പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കാരണം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ ഗൾഫിലോട്ട് വന്നു. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്. ഓക്കെ ഒരു 6-7 ഇയേഴ്സ് മുമ്പായിരുന്നു ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത. എന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ടൈം ഉണ്ടെങ്കിൽ. തീർച്ചയായിട്ടും നമുക്ക് ഷോർട്ടായിട്ട് നമുക്കൊന്ന് പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ ഒരു 7 ഇയേഴ്സ് ബാക്ക് ആയിരുന്നു അത്. അപ്പൊ ഞാൻ ഗൾഫിലായിരുന്നു. അപ്പം ഗൾഫിൽ നിന്ന് ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് നാട്ടിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഗൾഫിലുള്ള ജോലി മതിയാക്കി നാട്ടിൽ വരണം, നാട്ടിൽ സെറ്റിൽ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നാട്ടിലേക്ക് വന്നു. അപ്പൊ ഓക്കെ അന്നേരം ഒരു പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും ഐഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള മനസ്സിലേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ നാട്ടില് ഫാദറിന്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരു റീറ്റെയിൽ കൗണ്ടർ ഉണ്ടായിരുന്നു. ഒരു പ്ലെയിൻ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോ എന്ത് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോ ഒരു ഐഡിയ കിട്ടി. എന്റെ കസിൻ ത്രൂ ആണ് ഐഡിയ കിട്ടിയത്. അപ്പോ അവൻ എറണാകുളത്ത് പഠിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ അവൻ എറണാകുളത്ത് നാട്ടില് ലീവിന് വരുന്ന സമയത്ത് അവിടുന്ന് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഷൂസും ചെരുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണ്ടായിരുന്നു. ഓക്കെ അപ്പൊ അതിങ്ങനെ ആലോചിച്ചപ്പോ അവൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. അപ്പൊ ഞാൻ വെച്ചാൽ എന്താ നാട്ടില് കിട്ടില്ലേ, ഇവിടെ നിന്ന് എന്തിനാ ഇങ്ങനെ എറണാകുളത്ത് നിന്ന് കൊണ്ടുവരുന്ന, കുട്ടികൾ എന്താ നിന്റെ അടുത്ത് ഇങ്ങനെ എറണാകുളത്ത് നിന്ന് നമ്മളെ ലോക്കൽ ടൗണിൽ കിട്ടില്ലേ. അപ്പൊ പറഞ്ഞില്ല ഈ സാധനം അങ്ങനെ അവൈലബിൾ അല്ല. അപ്പൊ എനിക്ക് അവിടെ ഒരു 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 സാധ്യത ഞാൻ മനസ്സിലാക്കി. കാരണം അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, കുറച്ച് ആൾക്കാരെ എൻക്വയറി ചെയ്യുന്നുണ്ട്, നാട്ടിൽ കിട്ടാത്ത സാധനമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഓക്കെ ചെറിയ രീതിയിൽ സ്റ്റഡി ഒക്കെ ചെയ്തു. കുഴപ്പമില്ല, നടക്കുന്നൊക്കെ തോന്നിയപ്പോ അതിനെ ബേസ് ചെയ്തിട്ട് കരുതി ഈ അപ്പൊ കൂടുതൽ സാൻഡൽസും ബേസിക്കലി യൂവിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആയിരുന്നു. ഒരു 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 ടാർഗറ്റഡ് കസ്റ്റമർ ഉണ്ടായിരുന്നു. ആ കസ്റ്റമർ ഓക്കെ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ടീനേജേഴ്സ്, യൂത്ത്, കോളേജ് കാറ്റഗറിയിലുള്ള കുട്ടികൾ, അവർക്ക് വേണ്ട സാധനങ്ങൾ ലൈക്ക് ഷൂസ്, സാൻഡൽ, സ്പെക്സ്, വാച്ച്, പെർഫ്യൂംസ്, ക്യാപ്പ്, അങ്ങനെയൊക്കെ ഉണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം. അപ്പൊ ഞാൻ തുടങ്ങുന്ന സമയത്ത് പലരും, ഈവൻ എന്റെ ഫാദർ ഒക്കെ ചോദിച്ചു, എന്തിനാ ഇത് മാത്രം ചെയ്യുന്നത്, ഇത് മാത്രം ചെയ്താൽ ബിസിനസ് കിട്ടുമോ, കസ്റ്റമർ വരുമോ, അതിനിടയിൽ കുറെ മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൂടെ, നല്ല കസ്റ്റമർ വരുള്ളൂ എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെ എന്റെ മൈൻഡിലുള്ള തോട്ടം എന്താണെന്ന് വെച്ചാൽ അതൊന്നും വേണ്ട, കാരണം അങ്ങനെയുള്ള ഷോപ്പുകൾ, ഓപ്ഷൻസ് കുറെ ഉണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമർ അവരിലേക്ക് എത്തിക്കുക, ആ കസ്റ്റമറിൽ നിന്നൊരു മാക്സിമം ബിസിനസ് കിട്ടിയാൽ തന്നെ എന്റെ ഒരു വലിയ ബിസിനസ് അല്ല, ഒരു ചെറിയ ബിസിനസ് ആണ്. അപ്പം ആ ഒരു ടാർഗറ്റഡ് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റിയാൽ തന്നെ എനിക്ക് വേണ്ട കാര്യങ്ങൾ അതുവഴി കിട്ടുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഓക്കെ ചെയ്തു. ചെറിയ രീതിയിലാണ് എല്ലാം പറയുന്നത്. ചെറിയ രീതിയിൽ അത് സെറ്റപ്പ് ചെയ്തു, വർക്കൗട്ടായി, സ്റ്റാർട്ട് ചെയ്തു ചെറിയ രീതിയിലൊക്കെ. അതും ഒരു ഹൈലൈറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ഏരിയയിലൊന്നും ആയിരുന്നില്ല ഷോപ്പ്. ഒരു ഉള്ളിലായിരുന്നു, ഒരു ഏരിയ, ഒരു 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 പോക്കറ്റ് സ്പേസിനകത്തായിരുന്നു ഷോപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ട് പോലും അവിടത്തേക്ക് കുട്ടികൾ വരാൻ തുടങ്ങി. മൗത്ത് പബ്ലിസിറ്റി ഓരോരുത്തർ പറഞ്ഞു അറിഞ്ഞൊക്കെ ആയിട്ട് കുട്ടികൾ വരാൻ തുടങ്ങി. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സെയിലൊക്കെ വന്നു. ഞാൻ പ്രതീക്ഷനെക്കാട്ടി കൂടുതൽ കസ്റ്റമർ വന്നു. അപ്പൊ കൂടുതൽ ഇൻസ്പിറേഷനായി. അത് കഴിഞ്ഞൊരു 2 months കഴിഞ്ഞപ്പോൾ, ഷോപ്പ് തുറന്ന് 2 months കഴിഞ്ഞപ്പം ഈദിന്റെ ടൈമായി. ഈദ് നമ്മുടെ നാട്ടിലൊക്കെ ഈദിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈദോടടുപ്പിച്ച് നല്ല അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ സ്റ്റോക്ക് ഇറക്കി. അപ്പൊ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സെയിലും കാര്യങ്ങളൊക്കെ ആ ഒരു ഈദിന്റെ മന്ത് കിട്ടി. റമദാൻ ടൈമിൽ ഹ്യൂജ് സെയിൽ ആയിരുന്നു. ഞാനൊക്കെ പ്രതീക്ഷിക്കാതെ. ഹ്യൂജ് എന്ന് പറയുന്നത് എന്റെ ക്യാപിറ്റലും എന്റെ ഇൻവെസ്റ്റ്മെന്റും വെച്ചിട്ട് ഉള്ള ഒരു ഇത് പറയാണ്. ഒരു 2 lakh 5 lakh ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ബിസിനസ് ചെയ്തിട്ട് പിന്നെ മന്ത്, ആ ഒരു പെർട്ടിക്കുലർ മന്ത് തന്നെ 3 lakh ഒക്കെ എനിക്ക് റവന്യൂ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പൊ അങ്ങനെ അതൊരു 2-3 വർഷമൊക്കെ പോയിരുന്നു. പിന്നീട് എന്താ പറ്റുന്ന വെച്ചാൽ എനിക്ക് കൂടുതൽ വിഷൻ ഉണ്ടായിരുന്നു, ഇത് എവിടത്തേക്ക് കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതുവഴി എനിക്ക് പ്രോപ്പറായിട്ട് നിലനിൽക്കാൻ പറ്റുമോ, കൂടുതൽ ഏണിങ്സ് ബിസിനസ്സിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്നു, അത് കുഴപ്പമില്ലാതെ റൺ ചെയ്യുന്നു. പിന്നീട് പ്രശ്നം എന്ന് വെച്ചാൽ കുറെ ഇത് കണ്ട് കോപ്പി ചെയ്ത് കുറെ ഷോപ്പുകൾ വരാൻ തുടങ്ങി. നാട്ടിൽ ഇപ്പൊ അതൊരു ട്രെൻഡാണല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു ഇല്ലാത്തൊരു രീതിയിലുള്ള ഒരു അതെ അതെ ബിസിനസ് അതെ തുടങ്ങി അതെ കഴിഞ്ഞാല് അതിനെ കോപ്പി ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ സമയത്ത് എന്റെ ടൗണിൽ എന്റെ ഒരു ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു ഓക്കെ 3 വർഷം കഴിയുമ്പോഴേക്ക് അപ്പുറം ഷോപ്പ് പോകുന്നു, ഇപ്പുറം ഷോപ്പ് പോകുന്നു. പിന്നെ അത് തന്നെയായി. ടൗണിൽ മൊത്തം അങ്ങനെയുള്ള ഷോപ്പുകൾ മാത്രമേ വന്നു. അപ്പൊ പിന്നെ ഓക്കെ എനിക്കും എന്താ പറയാ, പ്രോഫിറ്റിലും മാർജിനിൽ പ്രശ്നങ്ങൾ വന്നു. പിന്നെ കോമ്പറ്റീഷനായി, അപ്പുറത്ത് ഇത്ര പ്രൈസിന് കിട്ടുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് സെയിം സാധനങ്ങൾ വരാൻ തുടങ്ങി. അപ്പോ പിന്നെ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒബ്വിയസ്ലി കല്യാണമൊക്കെ കഴിഞ്ഞതായിരുന്നു. അപ്പൊ ഫാമിലി ഉണ്ട്. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ, ഇവിടുന്ന് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കളിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ്
പിന്നെ ആ ബിസിനസിന്റെ ഒരു മൈൻഡ് മെല്ലെ സ്ലോ ഡൗൺ ചെയ്ത് പോയി. പിന്നെ ഫൈനലി അത് വൈൻഡപ്പ് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്തു. തിരിച്ച് ഞാൻ ഗൾഫിലോട്ടേക്ക് തന്നെ വന്നു. പക്ഷെ ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, ആ ഒരു ബിസിനസ് വേറെ ലെവലിലേക്ക് തിങ്ക് ചെയ്തിട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്താ പറയാ എക്സിസ്റ്റ് ചെയ്തേനെ മാർക്കറ്റിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ആ സമയത്ത് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയില്ല, ഡ്രോപ്പ് ചെയ്തു. ഇപ്പം തിരിച്ച് പ്രവാസിയായി. ഇനി എന്റെ മൈൻഡിലുണ്ട് ഇപ്പോഴും എനിക്ക് നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ആവണം. ഇപ്പോഴല്ല, ഒരു മൈൻഡിലുണ്ട്. പക്ഷെ ഇപ്പോഴും എങ്ങനെയാന്നുള്ള പിക്ചർ ഒന്നുമില്ല. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ത്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സാറിനുള്ളിൽ ആ ഒരു ഫയർ ഉണ്ട്. ലൈക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് മാറി നിന്ന ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ അതിൽ വീണ്ടും ജോബിലേക്ക് മാറി കഴിഞ്ഞാലും പിന്നെയും ബിസിനസ് ഞാൻ ഭാവിയിൽ ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങും. അതിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകാം. ഇവിടെ പറയുന്ന സാർ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് സാറിന് സ്ട്രൈക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അല്ലെ? അതെ തീർച്ചയായിട്ടും. സോ തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമിന്റെ കൂടെ തന്നെ നിൽക്കുക. നമുക്ക് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് നമ്മൾ 2-3 സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു പോകുന്നത് വിചാരിക്കേണ്ട. നമുക്കൊരു 1.2 ലാഖിന്റെ നമുക്കൊരു കോഴ്സ് ഉണ്ട്, 1% ക്ലബ് എന്ന് പറഞ്ഞ കോഴ്സ്. അതിൽ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള വേർഷൻ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിൽ ഈ ഒരു വേർഷൻ തന്നെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിപ്പിക്കും. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള വേർഷൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ബിസിനസ് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റി അച്ചീവ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തും അച്ചീവ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. സോ ഇനി വരാൻ പോകുന്ന സെഷൻസ് ഒക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സർ ഇപ്പം ജിമ്മിലാണെന്ന് എനിക്ക് മനസ്സിലാക്കി. ഇല്ല നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് സെഷൻ എന്തായാലും കറക്റ്റ് നോട്ട്സും കാര്യങ്ങളാക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. സർ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സെഷൻ ഓക്കെ. ഞാനൊരു സെഷൻ കഴിഞ്ഞാൽ എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് നോട്ട് ചെയ്ത് എടുത്തോളാം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആരുടെങ്കിലും ചോദിച്ചിട്ട് എടുത്തോളാം. തീർച്ചയായിട്ടും ഓക്കെ സർ, ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമുക്ക് എല്ലാവർക്കും ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? SWOT അനാലിസിസ് എന്ന് പറയും. എത്ര പേര് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഭാഗമായിട്ട് SWOT അനാലിസിസ് ചെയ്തിട്ടുണ്ട്? എത്ര പേര് ചെയ്തിട്ടുണ്ട് ഇതില്? ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്ന് കൊടുക്കുക കേട്ടോ. നിങ്ങൾ മാക്സിമം ഇന്ററാക്ട് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾ ആരും മടിച്ച് നിൽക്കേണ്ട. വളരെ സാർ ഇപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ നിഷാ മാം ഇപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ എത്രത്തോളം ചോദിക്കുന്നു അത്രത്തോളം ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ റെഡിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റിന് ആഗ്രഹം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം. ഇതൊരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കാണുക. നമ്മളിപ്പോൾ കണ്ടിന്യൂസ്ലി സെഷൻസ് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളായിട്ട് ഷെഡ്യൂൾഡ് ആയിരുന്നു. സോ ഇപ്പൊ നമ്മൾ കുറച്ച് ഫ്രീ ആണ്. നമ്മൾ ടീം മൊത്തം ഇവിടെ കാലിക്കറ്റിലേക്ക് മാറിയിട്ടുണ്ട്, ബിസിനസ് പാർക്കിലേക്ക്. സോ ഇനിയുള്ള ആ ഒരു വീക്കിലി നമ്മുടെ കണ്ടിന്യൂസ്ലി നമ്മുടെ സെഷൻസ് ഉണ്ടാവും. അതിൽ മൈൻഡ് പവർ ഇൻക്ലൂഡ് ആയിരിക്കും, ബിസിനസ് ഇൻക്ലൂഡ് ആയിരിക്കും, സെൽഫ് ഇംപ്രൂവ്മെന്റ് ഇൻക്ലൂഡ് ആയിരിക്കും, ലോ ഓഫ് അട്രാക്ഷൻ ഇൻക്ലൂഡ് ആയിരിക്കും. സോ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടോപ്പിക്കുമായിട്ട് നമ്മൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഇനി ഉള്ള ഓരോ ദിവസവും നിങ്ങൾ കറക്റ്റ് പറയുന്നത് കറക്റ്റ് നോട്ട് ഡൗൺ ചെയ്യാൻ. നെക്സ്റ്റ് സെഷൻ ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്ക് ഷോപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യാം. ഓക്കെ, സോ SWOT അനാലിസിസ് ഇവിടെ ആരും ചെയ്തിട്ടില്ല അല്ലെ? എന്താണെന്ന് അറിയോ? ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മുടെ SWOT അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ അത് നോക്കാം. ഇതിൽ എത്ര പേര് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്? നിഷാ മാം പറഞ്ഞു. വേറെ ആരാണ് ഇതിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ? അപ്പൊ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ. വേറെ ആരെങ്കിലും ബിസിനസ് ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഇതിൽ? സഫാന മാം ബിസിനസ് ചെയ്യുന്നുണ്ടോ അതോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് ഈവനിങ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീം വർക്കിലുണ്ട്. ഒരു അതില് ചെറുതായിട്ട് ഇങ്ങനെ ഏർണിങ്സ് ഒക്കെ കിട്ടിയിരുന്നു. നമ്മള് ആളെ കൊണ്ടുവരുന്നതിനനുസരിച്ചാണ്, അഡ്മിഷൻ എടുക്കുന്നതിനനുസരിച്ചാണ്, അഡ്മിഷൻ കൊണ്ടുവരുന്നതിനനുസരിച്ചാണ്. അപ്പൊ 3 ആളൊക്കെ ആഡ് ആക്കിനി. അതിന് ലേണിങ്സ് കിട്ടീനി. ഇനിയും ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഞാൻ 2 ഓപ്ഷൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇതിലുണ്ട്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ് പരമായിട്ട് നിങ്ങൾ എടുക്കുക. ഈ SWOT അനാലിസിസ് നിങ്ങളുടെ ബിസിനസിന്റെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ബിസിനസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ജോബ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ജോബിന്റെ ഇടയിൽ ഈ SWOT അനാലിസിസ് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാം.
നിങ്ങളുടെ അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് സെയിൽ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ എന്റെ സ്ട്രെങ്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്റെ വീക്ക്നെസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്റെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്റെ ത്രെഡ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ സിഫാന മാമിനോട് ഞാൻ ചോദിക്കുകയാണ്, മാം നിങ്ങളുടെ ഒരു 10 സ്ട്രെങ്ത് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു 10 സ്ട്രെങ്ത് പറയാൻ പറ്റുമെന്ന് ഇപ്പൊ ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് മാമിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് മാമിനോട് ചോദിക്കണം, മാം എന്താ പറയാ? അൺമ്യൂട്ട് ചെയ്തോ. 10 അറിയില്ല, എന്നാലും ഒരു നമ്മളെ സ്ട്രെങ്ത് അറിയണ സ്കിൽ കമ്മ്യൂണിക്കേഷന് നമ്മുടെ എല്ലാം സ്ട്രെങ്ത് ആണ്. നമ്മുടെ കയ്യിൽ ഉള്ള ഓരോ കാര്യവും നമ്മുടെ സ്ട്രെങ്ത് ആണ്. ഇവൻ നമ്മുടെ വീക്ക്നെസ് അല്ലാത്ത എല്ലാ കാര്യവും നമ്മുടെ സ്ട്രെങ്ത് ആണ്. നമ്മുടെ സ്കിൽസ് ഉണ്ടാവും, നമ്മുടെ റിസോഴ്സസ് ഉണ്ടാവും, നമ്മുടെ വാല്യൂസ് ഉണ്ടാവും, മറ്റുള്ളവർക്ക് ഇല്ലാത്ത യുണീക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ജോബിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇവൻ എല്ലാ കാര്യവും നമ്മുടെ സ്ട്രെങ്ത് ആണ്. സോ മാം ഇപ്പൊ പറഞ്ഞു 10 ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അല്ലെ. നമ്മളിത് ചിന്തിച്ച് ഇപ്പൊ നിങ്ങൾ സോർട്ട് അനാലിസിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10ഉം 20ഉം 30ഉം ഉണ്ടാവും നിങ്ങൾക്ക്. അത് നിങ്ങൾ എങ്ങനെ? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് ആസ് എ നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഇത് മനസ്സിലാക്കിയാൽ മതി നമുക്ക് ലൈഫിലേക്ക് ഒരുപാട് ഗ്രോത്തിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അട്രാക്ട് ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. സോ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് അതാണ്. നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഒക്കെ നമ്മളോട് മനസ്സിലാക്കാൻ പോവാണ്. റെഡി അല്ല നിങ്ങള്? റെഡി ആണെങ്കിൽ എല്ലാവരും റെഡി ആൻഡ് എക്സൈറ്റഡ്. എന്ന് കമന്റ് എല്ലാവരും എന്ന് കമന്റ് റെഡി ആണെന്നുണ്ടെങ്കിൽ റെഡി ആൻഡ് എക്സൈറ്റഡ് എന്ന് കമന്റ്. ഓക്കെ, എല്ലാവരും കമന്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഗുഡ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. നിങ്ങൾ അത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എന്റെ സ്ക്രീൻ വിസിബിൾ അല്ലേ ഇപ്പോ? ഓക്കെ, ഗുഡ്, താങ്ക് യു. ഓക്കെ, സോ വെൽക്കം കാറ്റലിസ്റ്റ് ബിസിനസ് കമ്മ്യൂണിറ്റി. നിങ്ങൾ എല്ലാവരും മുമ്പിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെന്നും ഒരു നോട്ടും ഉണ്ടായിരിക്കണം അല്ലെ. അതിൽ ഒരു മെട്രിക്സ് ഫോമിൽ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ച കാര്യം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യും. ഇപ്പൊ ഇതുപോലെ ഇതിപ്പോ സ്ട്രെങ്ത് ഉണ്ടാവും, അതിൽ വീക്ക്നെസ് ഉണ്ടാവും. ഒരു ബോക്സ് ആണെങ്കിലും കുഴപ്പമില്ല, റൗണ്ട് ഷേപ്പ് ആണെന്നില്ല, ഒരു ബോക്സ് ആണെങ്കിലും കുഴപ്പമില്ല. 4 ബോക്സ് വരയ്ക്കുക. അതിൽ ലെഫ്റ്റ് ടോപ്പിൽ സ്ട്രെങ്ത് എഴുതുക, റൈറ്റ് ടോപ്പിൽ നിങ്ങളുടെ വീക്ക്നെസ് എഴുതുക, ലെഫ്റ്റ് ബോട്ടത്തിൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ഇതിങ്ങനെ എഴുതി വെക്കുക. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുതിയേ. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. എഴുതിയോ? എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്ന് കമന്റ് ഇടാം കേട്ടോ. ഓക്കെ എന്ന് കമന്റ് ഇടാം. എല്ലാവരും എഴുതി കഴിഞ്ഞോ? നിങ്ങൾ ഈ ഒരു ബോക്സിൽ കാണിച്ച ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. എഴുതി കഴിഞ്ഞോ? Yes, sir.
ഓക്കെ ഓക്കെ ഗുഡ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ് എന്നുള്ളത് ഒരു മെട്രിക്സ് രൂപത്തിൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. ഇതിൽ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം, ഇന്റേണൽ ആയിട്ടുള്ള കാര്യം, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യം. ഇതിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ പറയുന്നത് കറക്റ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ ഇത് നെക്സ്റ്റ് സെഷനിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ബുക്ക് നിങ്ങൾ ചെയ്തിട്ട് നമ്മൾ അത് റിവ്യൂ ചെയ്യും. നമ്മുടെ സ്ട്രെങ്ത്തും ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വീക്ക്നെസ്സും ത്രെഡ്സും എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് രണ്ടും രണ്ടായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കാം. അതിന്റെ കൂടെ തന്നെ ഈ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്ന് പറയുന്നത്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. ഒരു നമ്മുടെ പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഈ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും. ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്കിത് ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എന്താണ് സ്ട്രെങ്ത്, എന്താണ് വീക്ക്നെസ്, എന്താണ് ഓപ്പർച്യൂണിറ്റീസ്, എന്താണ് ത്രെഡ്സ്, നമുക്കിത് ചെയ്യാം. ഓക്കെ, സോ അതിനു മുമ്പ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നിങ്ങൾ ഇതിന് ബിസിനസിന്റെ പരമായിട്ടാണോ ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കാര്യം? എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ആൾക്കാരുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യുന്ന ബിസിനസിന്റെ ഷോർട്ട് അനാലിസിസ് ആണ് ഇവിടെ നടത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫിന്റെ ഷോർട്ട് അനാലിസിസ് ആണ് നടത്തേണ്ടത്. ബിസിനസ് ആണെങ്കിൽ ബി എന്ന് കൊടുക്കുക, സെൽഫ് ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക. നമുക്ക് ഭൂരിപക്ഷം നോക്കിയിട്ട് നമുക്കത് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ബിസിനസ് ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് തന്നിട്ടാണല്ലോ കാര്യമല്ലോ. എസ് 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 ഓക്കെ, സെൽഫ് ആണ് വേണ്ടത് അല്ലേ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നമുക്ക് സെൽഫിന്റെ നമുക്ക് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്തിൽ നമ്മൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് എന്ത് സ്കില്ലാണ് ഉള്ളത്? ഓക്കെ, മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് എന്ത് സ്കില്ലാണ് ഉള്ളത്? യുണീക്ക് ആയിട്ട് എനിക്ക് എന്ത് സ്കില്ലാണ് ഉള്ളത്? എനിക്ക് എന്ത് റിസോഴ്സസ് ആണ് ഉള്ളത്? ഈ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് പൈസ ഉള്ളതായിരിക്കാം. എനിക്ക് നല്ല ഫണ്ട് ഉണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, അതൊരു റിസോഴ്സ് ആണ്, അതൊരു നമ്മുടെ സ്ട്രെങ്ത് ആണ്. അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ട്, എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്, അത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. അല്ലെങ്കിൽ എന്താണ്, എനിക്ക് നല്ല റിലേഷൻഷിപ്പ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് എനിക്കുണ്ട്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വൈഫ്, അതാണ് എൻ്റെ സ്ട്രെങ്ത്, അതൊരു സ്ട്രെങ്ത് ആണ്. അല്ല എൻ്റെ ഫ്രണ്ട് സർക്കിൾ, എന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് എന്നെ ഗ്രോത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ എനിക്കുണ്ട്, അത് എൻ്റെ ഒരു സ്ട്രെങ്ത് ആണ്. ഈ രീതിയിൽ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ നമുക്ക് എന്താ പിന്നെ ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്യാണ്, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ബിസിനസിന്റെ നമുക്ക് ഒരു ദിവസം നമുക്ക് എന്തായാലും ചെയ്യാം, അതിന് സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സെൽഫിന്റെ ഷോർട്ട് അനാലിസിസ് ആയിരിക്കും ആവശ്യം ഉണ്ടാകുന്നത്. ഓക്കെ, സോ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് ഉള്ളത്? നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ ഉണ്ടാവാം, നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവാം, നിങ്ങൾക്ക് നല്ല ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടാവാം, നല്ല ഫിയർ ഇല്ലാണ്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നല്ല ക്രിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാവും, സെയിൽസിൽ സ്കിൽ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടാവും. മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനും, മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യാനും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ സംസാരിച്ച് കൺവിൻസ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കാം. സോ നിങ്ങളുടെ സ്ട്രെങ്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ എഴുതി വെക്കുക. മിനിമം ഒരു 5 പോയിന്റ് എങ്കിലും എല്ലാവരും എഴുതണം. നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ ഉൾക്കൊള്ളുന്ന, നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ കണക്കാക്കുന്ന ഒരു 5 പോയിന്റ് എങ്കിലും മിനിമം നിങ്ങൾ അവിടെ നോട്ട് ഡൗൺ ചെയ്യാം. ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ റെഡി എന്ന് കമന്റ് കേട്ടോ, 6 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 5 പോയിന്റ് എല്ലാവരും കമന്റ് ഇടണം. എല്ലാവരും നോട്ട് ഡൗൺ ചെയ്യണം നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ചോദിക്കുക, ക്ലിയർ ചെയ്തിട്ട് തന്നെ ബാക്കി അങ്ങോട്ടേക്ക് ചെയ്യാം കേട്ടോ. ചെയ്തിട്ടുണ്ടോ? ഓക്കെ, പ്രവീൺ സാർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ, ചിലപ്പോൾ പ്രസന്റേഷൻ ആയിരിക്കാം, ചില ആൾക്കാരോട് സംസാരിക്കുന്നതായിരിക്കാം. എന്നെ കോൺഫിഡന്റ് ആക്കുന്ന, എനിക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അത് നോട്ട് ഡൗൺ ചെയ്യാൻ. അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മളോട് കോംപ്ലിമെന്ററി പറഞ്ഞിട്ടുണ്ടാവും, പോസിറ്റീവ് ആയിട്ടുള്ള കോംപ്ലിമെന്ററി.
നീ ആ ഒരു കാര്യം ചെയ്തപ്പോൾ നീ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, അല്ല നീ അവരോട് സംസാരിച്ചത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, അല്ല നീ നിനക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടല്ലോ, നീ നിന്റെ വോയിസ് അടിപൊളിയാണ്. ഇതൊക്കെ നമ്മുടെ സ്ട്രെങ്ത് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും സ്ട്രെങ്ത് ആയിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മിനിമം ഒരു 5 പോയിന്റ് എങ്കിലും എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ സെഷനാണ് വീക്ക്നെസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ കുറച്ചാണ് സ്പേസ് വിടണം കേട്ടോ. സ്ട്രെങ്ത് എഴുതിയിട്ട് നിങ്ങളുടെ അത്രയും നല്ല നിങ്ങളുടെ സ്ട്രെങ്ത് ഉള്ളത്, ആ ഒരു സ്ട്രെങ്ത് എഴുതിയിട്ട് കുറച്ച് സ്പേസ് അവിടെ വിടും നിങ്ങൾ വീക്ക്നെസ് എഴുതാൻ വേണ്ടിയിട്ട്. അടുത്ത് നിങ്ങൾ വീക്ക്നെസ് എഴുതാം. ഇതുപോലെ തന്നെ വീക്ക്നെസ് എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് ഏതൊക്കെ മേഖലയിലാണ്, എനിക്ക് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്? ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര പേടിയാണ് എനിക്ക്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ഒന്നിനൊരു റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി എനിക്കില്ല. അല്ലെ എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണ്? ചിലപ്പം ഫോൺ അഡിക്ഷൻസ് ആവാം. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതൊരു നെഗറ്റീവ് ആണ്, അതൊരു എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അല്ലെ മറ്റുള്ളവരോട് നോ പറയാൻ അറിയാത്തതാവാം. അല്ലെ ഇമോഷണലി ഞാൻ ഇന്റലിജന്റ് അല്ല. ചില സമയത്ത് ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഇതൊക്കെ നമ്മുടെ വീക്ക്നെസ് ആണ്. ഓരോ വീക്ക്നെസ്സും നിങ്ങളെ ഇവിടെ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഇവിടെ സെൽഫ് അനലൈസിങ് നടത്തുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ഹോണസ്റ്റ് ആയിട്ട് വളരെ ചിന്തിച്ചിട്ട് മാത്രം ഇത് എഴുതി വെക്കുക. നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്? ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള പൈസ ഉണ്ടാവില്ല, അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തീരെ കംഫർട്ട് ആയിരിക്കില്ല. റെക്കോർഡ് ഉണ്ടാവും കേട്ടോ. പ്രാക്ടീസ് ഉണ്ട്. ഓക്കെ, റെക്കോർഡ് ഉണ്ടാവും കേട്ടോ. മാക്സിമം നിങ്ങൾ നെക്സ്റ്റ് ലൈവ് സെഷനിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കാം. ഇതിന്റെ റെക്കോർഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അയച്ചാൽ മതി. റെക്കോർഡ് സെഷൻ ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരും. സോ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. ഞാൻ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. ഞാൻ അന്ന് പറഞ്ഞ വ്യക്തി ഏത് മേഖലയിൽ സംസാരിക്കുമ്പോഴാണ്, ഏത് മേഖലയിൽ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യാത്തത്? എനിക്ക് ഏത് മേഖലയിലാണ് എനിക്ക് ഫിയർ ഫീൽ ചെയ്യുന്നത്? എന്റെ ലൈഫിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അതൊക്കെ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്റെ ലൈഫിൽ എനിക്ക് ഇത്ര കാര്യങ്ങൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, ഞാൻ ഈ കാര്യങ്ങളിൽ ഞാൻ ഡൗൺ ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എനിക്ക് കുറവാണ്. അപ്പം ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയി നോട്ട് ഡൗൺ ചെയ്യാം. ഏകദേശം ഒരു 5 പോയിന്റ്സ് കിട്ടി എല്ലാവർക്കും. നിങ്ങളുടെ വീക്ക്നെസ്സിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റിയ 5 പോയിന്റ്സ് കിട്ടിയോ? ഇതിലിപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2-3 പേര് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സെഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രെങ്ത് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീക്ക്നെസ്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന വീക്ക്നെസ് എന്താണ് എഴുതിയോ? സഫാറ മാം എഴുതിയോ? യെസ്. എത്ര വീക്ക്നെസ് എഴുതി? 5. എത്ര സ്ട്രെങ്ത് എഴുതി? 5. 5 സ്ട്രെങ്ത്തും 5 വീക്ക്നെസ്സും. എല്ലാവരും എഴുതിയോ? എല്ലാവരും എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ കമന്റ് ഇടുക കേട്ടോ. പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ. പുറത്താണോ ഉള്ളത് നിങ്ങളെല്ലാം? ഈ സമയത്ത് എന്താണ് വീട്ടിലെല്ലാം ഉണ്ടാകുക? എനിക്കറിയില്ല എവിടെയാണ് നിങ്ങൾ ഉള്ളത്. വീട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യട്ടോ. ഓക്കെ പ്രവീൺ സാർ, താങ്ക് യു. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാനും എനിക്ക് നിങ്ങളുടെ മുഖം പരിചയം ഉണ്ടാവും. പിന്നീട് അടുത്ത സെഷനിൽ വരുമ്പോൾ എനിക്ക് കൂടുതൽ നിങ്ങളുമായിട്ട് അപ്രോച്ച് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതൊരു ഇൻസ്പിറേഷൻ ആയി മാറും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ പറയുന്നത് കേട്ടോ. നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും എഴുതിയോ? നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ ഉള്ളിലുള്ള 5 സ്ട്രെങ്ത്തും 5 വീക്ക്നെസ്സും എഴുതിയോ? ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ഇട്ടെ. യെസ് എന്ന് കമന്റ് ഇട്ടെ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത് ചെയ്യുമ്പോൾ ഇതെന്റെ വീക്ക്നെസ് ആണോ, ഇതെന്റെ വീക്ക്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതെന്റെ സ്ട്രെങ്ത് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണം. നമുക്ക് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാം കേട്ടോ. സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, സ്ട്രെങ്ത്തിന്റെ പ്രത്യേകമായിട്ട് ഓക്കെ, എടുത്ത് പറയാൻ എക്സാമ്പിൾ ഞാൻ കഴിയുന്നില്ല. പറയാം. ഇപ്പം ആസ് എ പേഴ്സൺ ഞാൻ ഇപ്പൊ എന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ എന്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്. എനിക്ക് ആൾക്കാരോട് ഭയങ്കരമായിട്ട് സംസാരിക്കാനും അവരെ സംസാരിച്ചിട്ട് കൺവിൻസ് ചെയ്യാനും ഉള്ളൊരു സ്കിൽ എനിക്കുണ്ട്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ പറയുമ്പോൾ എനിക്ക് നല്ല പ്രസന്റേഷൻ സ്കില്ലുണ്ട്. എനിക്കൊരു കാര്യം, ഒരു ടോപ്പിക് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആൾക്കാരോട് അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും എനിക്ക് സ്കില്ലുണ്ട്. അതൊക്കെ എന്റെ സ്ട്രെങ്ത് ആണ്. അല്ലെങ്കിൽ എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ല. എനിക്കൊരു സ്റ്റേജിൽ പോയിട്ട് ഒരു 100 ആളുള്ള ഒരു സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കാനും എനിക്കത് അപ്രോച്ച് ചെയ്യാനും അവരെ ഇന്ററാക്ട് ചെയ്യാനും എനിക്ക് അവിടെ ഫിയർ ഇല്ല. ഇതൊക്കെ എന്റെ സ്ട്രെങ്ത് ആണ്. മാമിന് മനസ്സിലാക്കും. മാമിനെ സംബന്ധിച്ചിടത്തോളം മാമിന് കുറച്ച് സ്ട്രെങ്ത് ഉണ്ട്. മാം ഇപ്പോൾ വിചാരിക്കാം എനിക്ക് എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ല ഭയങ്കര സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്.
അത് മാമിന്റെ ഒരു സ്ട്രെങ്ത് ആണ്. അല്ല, മാമിന്റെ കയ്യിൽ ഒരു പൈസ ഉണ്ട്, ഫണ്ട് ഉണ്ട് മാമിന്റെ കയ്യിൽ, അത് മാമിന്റെ സ്ട്രെങ്ത് ആണ്. ഓക്കെ. അല്ല, മാമിന്റെ റിലേഷൻഷിപ്പിൽ മാം ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ് മാമിന്റെ റിലേഷൻഷിപ്പ്. മാമിന്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്, മാമിന്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാ കാര്യത്തിലും. അതൊക്കെ നമ്മുടെ ഒരു സ്ട്രെങ്ത് അല്ലേ? ഓക്കെ ക്ലിയർ ആയോ മാം? ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. സോ എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇക്ബാൽ സാർ എഴുതിയോ? മൂന്നേ പോസിറ്റീവ് കിട്ടിയിട്ടുള്ളൂ. 5 നെഗറ്റീവ് 5 കിട്ടിയില്ല. 5 കിട്ടിയില്ല. നെഗറ്റീവ് 5 കിട്ടിയില്ല, 3 പോസിറ്റീവ് കിട്ടിയില്ല. 3 എന്നല്ല, 30 എണ്ണം ഉണ്ടാവും. പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പോസിറ്റീവ് കിട്ടാനേ പണി, നെഗറ്റീവ് പെട്ടെന്ന് കിട്ടും, പോസിറ്റീവ് കിട്ടാനേ പണി. പോസിറ്റീവ് കിട്ടാനേ പണി, നെഗറ്റീവ് പെട്ടെന്ന് കിട്ടുന്നല്ലേ. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് അറിയോ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാത്തത്? നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മളെ സെൽഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു, മറ്റുള്ളവരെല്ലാവരെയും നമുക്കറിയാം. നിങ്ങളിപ്പോ ചോദിച്ചു, നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ട്സിന്റെ ചിലപ്പോൾ ഒരു 10 പോസിറ്റീവ് നിങ്ങൾക്ക് അറിയാം, 10 നെഗറ്റീവ് നിങ്ങൾക്ക് അറിയാം, അല്ലെ? അവർക്ക് ഇത്ര ഇതുണ്ട്, അവർക്ക് ഇത്ര സ്കിൽ ഉണ്ട്. ബട്ട് നമ്മളെ മനസ്സിലാക്കാൻ ഇതുവരെ ഒരു ടൈം നമ്മൾ കണ്ടിട്ടില്ല എന്നതാണ് റിയാലിറ്റി. യെസ് ഓർ നോ? അതല്ല അതിന്റെ റിയാലിറ്റി. യെസ്. അപ്പൊ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ആരെങ്കിലും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പറയാൻ പറ്റണം. 10-20 പോയിന്റ് ഇങ്ങനെ പറയാൻ പറ്റണം. എനിക്ക് ഇതുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്ക് അന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിനുള്ള ഒരു വേദിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ മാക്സിമം നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാം. സ്ട്രെങ്ത് 3ഉം 4ഉം എന്നല്ല, ഒരുപാട് സ്ട്രെങ്ത് നമുക്ക് കിട്ടും. ഞാൻ അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ചില കാര്യങ്ങൾ നമുക്ക് ധൈര്യം ഉണ്ടാവും, ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് നല്ല ധൈര്യം ഉണ്ടാവും ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. ഇക്ബാൽ സാറിന്റെ ഫ്രണ്ട് സർക്കിളൊക്കെ എങ്ങനെയാണ്? സപ്പോർട്ടീവ് ആണോ അവര്? അൺമ്യൂട്ട് ചെയ്തോ, അൺമ്യൂട്ട് ചെയ്തോ. ഇക്ബാൽ സാർ അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. അല്ല, സ്നേഹിതന്മാർ കുറെ ഉണ്ട്, പക്ഷെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് രഹസ്യങ്ങളൊന്നും അങ്ങനെ കൂടുതൽ ആൾ പറയാൻ നിൽക്കാറില്ല. അപ്പോൾ അടുത്ത ആൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളെടുത്ത് നിൽക്കാറുള്ളൂ. ഓക്കെ. അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളെ? അങ്ങനെ കുറെ ആൾ നെഗറ്റീവിന്റെ കൂടുതൽ ആൾക്കാരാണ്. പകുതി നെഗറ്റീവ് ആണ്, ജസ്റ്റ് അവർ കേട്ടിട്ട് വിടലാണത്. ഓക്കെ. അപ്പൊ നമുക്കത് വീക്ക്നെസ് കൊടുക്കാം. എന്റെ വീക്ക്നെസ്സിൽ എനിക്ക് ഫ്രണ്ട് സർക്കിൾ പോരാന്നുള്ള രീതിയിൽ നമുക്ക് വീക്ക്നെസ് അത് നോട്ട് ചെയ്യാം. ഓക്കെ. നമ്മുടെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് നോട്ട് ചെയ്യാം. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഞാനിപ്പോ പറയുമ്പോൾ 5 പോയിന്റ്സ് എഴുതിയാൽ മതി. ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂർ ഇരുന്നാലേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. അങ്ങനെ ഇരുന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നിങ്ങൾ വീക്ക്നെസ് കുറെ കിട്ടുന്നുണ്ട് സാറ്, പോസിറ്റീവാ കിട്ടാത്ത. പോസിറ്റീവാണ് കിട്ടാത്തത്. വീക്ക്നെസ് കുറെ കിട്ടുന്നുണ്ട്. വീക്ക്നെസ് ഒക്കെ നമുക്ക് പോസിറ്റീവ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനുള്ള ടിപ്സ് അല്ലെങ്കിൽ അതിനുള്ള സീക്രട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ലാസ്റ്റ് വരെ നിൽക്കി. അപ്പൊ നെക്സ്റ്റ് സെഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വിത്തിനൊരു 3 മാസം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വീക്ക്നെസ് ഒക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്ട്രെങ്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യും. വേണ്ടേ? ഓക്കെ. സാറ് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കില്ല, അതുകൊണ്ട് പോസിറ്റീവായിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമാണ്. അപ്പം അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെറിയൊരു കാര്യങ്ങൾ പോലും. മാം ഇപ്പൊ എന്തൊക്കെ സ്ട്രെങ്ത് എഴുതി ഒന്ന് പറഞ്ഞേ. മാമിന്റെ സ്ട്രെങ്ത് എന്തൊക്കെ ഒന്ന് വായിച്ചേ നോക്കട്ടെ. ഹലോ, മാമിന്റെ മ്യൂട്ട് ആയോ? എനിക്കറിയില്ല എന്ത് പറ്റിയത്. മാമിന്റെ സ്ട്രെങ്ത് ഒന്ന് വായിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. ഒന്നും എഴുതിയിട്ടില്ല. ഫാമിലിയിൽ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അതൊരു സ്ട്രെങ്ത് ആണ്. നല്ല ഫാമിലി സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, അടുത്ത പറയും. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ചുണ്ട്. അത് നമുക്ക് കൂട്ടാം. അതൊരു സ്ട്രെങ്ത് ആയിട്ട് മാം എഴുതിക്കോ. എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെന്ന് എഴുതും. ഓക്കെ, അടുത്ത പറയും. പിന്നെ പ്രത്യേകിച്ച് ചിലൊരു ആത്മധൈര്യം ഉണ്ട് എന്തിനും. നല്ലൊരു സ്ട്രെങ്ത് ആണല്ലോ. നമുക്ക് എന്തിനും ഒരു ധൈര്യം ഉണ്ടാകുക, കോൺഫിഡൻസ് ഉണ്ടാകുന്ന പറയുന്നത്. ഇതുവരെ ഇല്ലായിരുന്നു. EFTയിലേക്ക് വന്നതിന്റെ ശേഷമാണ്. EFT ചെയ്തിട്ടില്ല. രാവിലെ മോർണിംഗ് ക്ലാസ് കേൾക്കും. വന്നതിന്റെ ശേഷം മനസ്സിനൊരു സ്ട്രെങ്ത് ഉണ്ട്, എന്തും ചെയ്യാന്നുള്ള ഒരു ആത്മധൈര്യം ഉള്ളില്. അത് ഭയങ്കര ഫിയർ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു നല്ല ധൈര്യത്തിലാണ് ഇപ്പൊ. ഓക്കെ, മെന്റലി സ്ട്രോങ് ആണ് അല്ലേ? മെന്റലി ഇമോഷണലി സ്ട്രോങ് ആണ്. മെന്റലി സ്ട്രോങ് ആണ്. മെന്റലി സ്ട്രോങ് ആണ്.
ഇവിടെ പലരും വീക്ക്നെസ് ആയിട്ട് നോട്ട് ഓൺ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും മേ ബി അത് മെന്റലി സ്ട്രോങ് അല്ല എന്നുള്ളത്. ആ ഒരു കാര്യം മാമിന് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സ്ട്രെങ്ത് ആണല്ലോ. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്ന ഒരു സ്ട്രെങ്ത് തന്നെയാണത്, അല്ലേ? അതെ അതെ അതെ. അതുപോലെ നമ്മൾ ചിന്തിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാകും നമ്മുടെ ചുറ്റും. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമ്മളോട് പണ്ട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, നിനക്ക് ഇന്ന കാര്യത്തിൽ ഇന്നല്ല കഴിവുണ്ട്. ഇതുവരെ ഇല്ലായിരുന്നു, ഇപ്പൊ മെന്റലി ഓക്കെയാണ്. ഇപ്പൊ മെന്റലി ഓക്കെയാണ്. നമ്മുടെ മോർണിംഗ് സെഷനും പ്രസന്റിൽ കാര്യങ്ങളൊക്കെ ഹാപ്പിയാണ്. അതെ അതെ അതെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. സോ ഞാൻ എൻ്റെ ഒരു പ്ലസ് പോയിന്റ് മീൻ പോസിറ്റീവായിട്ട് മനസ്സിൽ കരുതിയത് പറയാം, എഴുതി വെച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാർഡ് വർക്കിംഗ് ചെയ്യാൻ വളരെ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ തയ്യാറായിട്ടുള്ള ഒരാളാണ്. ഓക്കെ ഗുഡ്. ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഇന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്, ഒരു ടൈംലി കംപ്ലീറ്റ് ചെയ്യണം, ഒരു സമയത്തിനുള്ളിൽ അത് തീർക്കണം എന്നുള്ളത് എനിക്ക് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായി. ഒരു ഇന്ന സമയത്ത് നമുക്ക് ഒരിക്കലും വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരിക്കും അവിടെ ആദ്യം എത്തുന്ന വ്യക്തി. എന്റെ ഫ്രണ്ട്സുകളൊന്നും അവിടെ എത്തിയിട്ടുണ്ടാവില്ല. നമ്മളൊരു ടൈം പറഞ്ഞാൽ ടൈമിന് എത്തുക, പങ്ക്ച്വാലിറ്റി, ആ ടൈമിനുള്ളിൽ തീർക്കണം, ആ ടാർഗറ്റ് ആ സമയത്ത് തീർക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി എനിക്ക് എപ്പോഴും ഉണ്ട്. ഓക്കെ. പിന്നെ എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നല്ല ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഇല്ല, പക്ഷേ നിലവിലുള്ളതൊക്കെ നല്ല ഫ്രണ്ട് സർക്കിളാണ്. അവരെപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഓക്കെ. പിന്നെ എനിക്ക് എപ്പോഴും പുതിയത് പഠിക്കാനും പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ എപ്പോഴും ഒരു ഇന്റൻസിറ്റി, ഒരു ഇതുണ്ടാവും. ഇങ്ങനെ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാനും പഠിക്കാനും ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് പോകാറുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഓക്കെ. അതൊക്കെയാണ് പെട്ടെന്ന് മൈൻഡിൽ വന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി നെഗറ്റീവ് ആണെങ്കിൽ ഒരുപാട് ഉണ്ടാവും. അതിൽ ഏറ്റവും വലിയ എന്റെ പ്രശ്നം, എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പെട്ടെന്ന് ചൂടാവും, അപ്പൊ തന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ പോകും. പക്ഷെ അതെനിക്ക് നല്ലോണം കൺട്രോൾ ചെയ്യണം എന്നുള്ളത് എനിക്ക് ഏറ്റവും എന്താ പറയാ ആഗ്രഹമുള്ളത്. ഫസ്റ്റ് ഒഴിവാക്കേണ്ട ഒരു ശീലങ്ങളിൽ ഒന്നാണ് എൻ്റെ ആ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ അതെനിക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് കൊണ്ടുവരണമെന്നുണ്ട്. പിന്നെയുള്ളത് കാര്യം, ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ? മെഡിറ്റേഷൻ ഇല്ല, ചെയ്യാറില്ല. ഞാനിപ്പോ ഷാഫി സാറിന്റെ ലാസ്റ്റ് ഒരു 1 വീക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോൾ ആ സമയത്ത് 2-3 സെഷനിൽ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ അഫർമേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജേണലൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. സാർ അത് എഴുതിക്കൂടെ സ്ട്രെങ്ത്തില് മെഡിറ്റേഷൻ ചെയ്യുന്നത്? മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒരു സ്ട്രെങ്ത് ആണ്. അതെ, നമുക്ക് എഴുതാം. കണ്ടല്ലോ, നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർ അവരുടെ സ്ട്രെങ്ത് പറയുന്ന സമയത്ത് ഈ സ്ട്രെങ്ത് എനിക്ക് ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. നമ്മൾ നേരത്തെ പിന്നെ നെഗറ്റീവ്സിനെ പോസിറ്റീവായി കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ. എങ്ങനെ? നെഗറ്റീവിനെ ഇപ്പൊ പോസിറ്റീവായി കാണാൻ കഴിയുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ, നെഗറ്റീവ് സ്പോട്ടിൽ തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. അതെ, അതൊരു സ്ട്രെങ്ത് ആണ്. അത് നോട്ട് ഓൺ ചെയ്യാം. ഇപ്പൊ ഒരാൾ അവരുടെ സ്ട്രെങ്ത് പറയുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാം ഈ സ്ട്രെങ്ത് എനിക്കും ഉണ്ടല്ലോ. ഓക്കെ, സോ ഞാൻ പറഞ്ഞുതരാം. പറയാൻ തോന്നല്ലോ എന്നോട് ഇപ്പൊ സംസാരിച്ചത്. അതെ അതെ. ഓക്കെ, നമുക്ക് ഓവറായിട്ട് ദേഷ്യം വരുന്ന ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ നല്ല രീതിയിൽ നോക്കിയത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും കാം ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കണം. അതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. 5 4 3 2 1 എന്ന് പറയും. നമ്മൾ അത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കാര്യം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് വെറുതെ ഇരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടി. അത് ഓഫീസിലായിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, ഈവൻ ജിമ്മിലായിക്കോട്ടെ. ജിമ്മിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈമാണ്, ഒരു 5 മിനിറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ കാണുക, നോക്കുക. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ഇപ്പം കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ. എന്റെ മുന്നിൽ ഇപ്പൊ കപ്പ് ഉണ്ട്, ഫോൺ ഉണ്ട്, ട്രൈപോഡ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഈ 5 കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. കേൾക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ണടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലും സൗണ്ട് ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കിച്ചണിലുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും. ജിമ്മിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൗണ്ട്. അങ്ങനെ കേൾക്കാൻ പറ്റുന്ന 4 സൗണ്ട് നിങ്ങൾ കേൾക്കാം. ഓക്കെ, ടച്ച് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ടച്ച് ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റുന്ന 5 നമ്മൾ കാണാൻ പറ്റുന്ന പറഞ്ഞു. അതുപോലെ തന്നെ കേൾക്കാൻ പറ്റുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്ന, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റുന്നത്? ടേസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്യാം. നിങ്ങൾ അടുത്ത് എന്തോ ഇതൊക്കെ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ സ്മെൽ ചെയ്യാം.
സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ സ്മെല്ല് ചെയ്യുക. അതാണ് 5 4 3 2 1 എന്നുള്ളത്. ഇത് നമ്മുടെ ബ്രീത്തിനെ നമ്മുടെ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാനും നമ്മുടെ ബോഡിയിലെ ഈ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ കുറക്കാനും നമ്മുടെ ബോഡി എപ്പോഴും റിലാക്സിങ് സ്റ്റേജിലേക്ക് എത്താനും നമ്മുടെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇവിടെയൊക്കെയാണ് നമ്മൾ ആങ്കർ മാനേജ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാം, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാതെ ഈ സംഭവം ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യാം. 5 4 3 2 1 എന്നുള്ളൊരു പ്രാക്ടീസ്. ഇത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് നിങ്ങളുടെ ദേഷ്യം മാറാൻ മാത്രമല്ല, നിങ്ങളുടെ മൈൻഡ്ഫുൾനെസ് കൂട്ടാനും ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളുടെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ തിങ്ക് ചെയ്യാനും നിങ്ങളുടെ ബ്രീത്ത് എപ്പോഴും നോർമൽ ലെവലിലേക്ക് വെക്കാനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ടൂൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ഫൈൻ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എല്ലാവർക്കും 5-ൽ 5 കിട്ടിയോ? 5 സ്ട്രെങ്ത്തും 5 വീക്ക്നെസ്സും കിട്ടിയോ? എനിക്ക് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ എഴുതേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ സ്ട്രെങ്ത് എഴുതിയിട്ട് വീക്ക്നെസ് എഴുതിയിട്ട് കുറച്ച് ഗ്യാപ്പ്, കുറച്ച് സ്ഥലം അവിടെ വിടണം കേട്ടോ. എന്നിട്ട് ഓപ്പർച്യൂണിറ്റീസ് എഴുത്. ഈ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള സ്ട്രെങ്ത് നമ്മളൊന്ന് വായിച്ചു നോക്കുക. ക്ലിയർ? ഓപ്പർച്യൂണിറ്റീസ് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്ട്രെങ്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. ആ സ്ട്രെങ്ത് എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞൊന്ന് വായിച്ചു നോക്കിയേ. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യണം, ഇന്ന സ്ട്രെങ്ത് എനിക്ക് ഉള്ളത് കൊണ്ട്, ഇന്ന സ്കിൽസ് എനിക്ക് ഉള്ളത് കൊണ്ട്, ഇന്ന മേഖലയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഭാവിയിൽ എനിക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? എനിക്ക് ഈ ഒരു സ്കിൽ ഉള്ളത് കൊണ്ട് എനിക്ക് ഭാവിയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടും. ആ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? അതാണ് നമ്മൾ അവിടെ എഴുതി വെക്കുന്നത്. ഇന്ന കാര്യത്തിൽ ഞാൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഈ ലെവലുള്ള ഒരു സ്കിൽസ്, ഈ ലെവലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഭാവിയിൽ എനിക്ക് കിട്ടും. അതെന്താണെന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഓരോരുത്തർക്കും ഡിഫറൻസ് ആയിരിക്കും. നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. സോ ഓരോരുത്തരുടെ ഓപ്പർച്യൂണിറ്റീസും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ എക്സാമ്പിൾ പറയണോ? എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് വായിച്ചു നോക്കാം. ഇപ്പൊ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കാര്യം. നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്, അല്ലെ പ്രസന്റേഷൻ സ്കില്ലാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? നിങ്ങൾക്ക് ഒരു ടീച്ചർ ആവാൻ പറ്റും. ടീച്ചിങ് മേഖലയിൽ നിങ്ങൾക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് മേഖലയിൽ പോകാനുള്ള ഒരു ക്വാളിറ്റീസ് എന്ന് പറയുന്ന ഒന്നാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് പ്രസന്റേഷൻ സ്കില്ല് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസിൽ ടീച്ചിങ് മേഖല അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ളത് നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോച്ച് ആവാൻ പറ്റും, ഒരു ട്രെയിനർ ആവാൻ പറ്റും. അത് നിങ്ങൾ അവിടെ ഒരു കോച്ച് ആവാൻ നോട്ട്. അവിടെ നിങ്ങൾ ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നല്ല അവിടെ നോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ഒരു സ്കിൽസ് വെച്ചിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഓപ്പർച്യൂണിറ്റീസ്. അല്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഒരു 10 കൊല്ലം അല്ല 5 കൊല്ലം സെയിൽസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെയിൽസ് കോച്ച് ആവാൻ എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അല്ലെ സെയിൽസിന്റെ ഒരു ഹെഡ്, ഏതെങ്കിലും നല്ലൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ സെയിൽസിന്റെ ഒരു ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് അവിടെ ഉണ്ട്. അത് നോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ മാം നേരത്തെ പറഞ്ഞു ഇമോഷണലി ഞാൻ ഭയങ്കര ഇന്റലിജന്റ് ആണ്, എനിക്ക് റിസ്ക് എടുക്കാൻ ഭയങ്കര ധൈര്യമാണ്, ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ധൈര്യമാണ്. സോ അവിടെ നമുക്ക് എന്താ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ഇങ്ങനെയുള്ള ആൾക്കാരാണ് ബിസിനസ്സിലേക്ക് വരേണ്ടത്, അല്ലെ? എനിക്കൊരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് അവിടെ ഉണ്ട്. ബിസിനസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റീസ് ആണ്, ഒരു ഓണ്ടർപ്രണർ ക്വാളിറ്റീസ് ആണ് റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമോഷണലി ഇന്റലിജന്റ് ആവുക എന്ന് പറയുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളെന്ന് പറയുന്നത്. അവിടെ അപ്പൊ എനിക്ക് ഞാൻ ചിന്തിക്കാൻ പറ്റുമോ എനിക്ക് ഭാവിയിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും, എന്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റോ സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭാവിയിൽ ബിസിനസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഓപ്പർച്യൂണിറ്റീസിന്റെ സൈഡിൽ ബിസിനസ് എന്ന് എഴുതി വെക്കുക. ക്ലിയർ ആയോ പറഞ്ഞത്? ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് കറക്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത്. നമ്മൾ കഴിഞ്ഞ കാല ബിസിനസ് കുറെ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ നഷ്ടത്തിൽ പോകുമ്പോൾ പിന്നെ പൊതുവെ
പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു പേടി ഉണ്ടാവും. കഴിഞ്ഞ ഓൾറെഡി ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെട്ടോ? അതെ. ഓക്കെ, എത്ര വർഷം ചെയ്തു? പല ടൈമിലായിട്ട് 5-6 വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓൾറെഡി ചെറിയൊരു പരിപാടി ഉണ്ട്, ചെറിയൊരു സംരംഭമുണ്ട്. ഓക്കെ, അതും ഓൾറെഡി നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ഒരുപാട് ബിസിനസ് ഞാൻ ചെയ്തിട്ട് ഞാൻ പരാജയപ്പെട്ടു. അപ്പൊ ഇനി ഞാൻ ബിസിനസ് ചെയ്താൽ പരാജയപ്പെടുവോ? അത് നമ്മുടെ വീക്ക്നെസ്സിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണ്, സാർ ഇപ്പൊ ചിന്തിക്കുകയാണ്, എനിക്ക് ഇത്ര വർഷം ബിസിനസ് ചെയ്തിട്ട് ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ഇത്ര വർഷം. അപ്പൊ അവിടെ എന്താണ് നേരെ ഓപ്പോസിറ്റ്? എന്താണ്? ഇത്ര വർഷം ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഇത്ര വർഷം ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഓക്കെ, നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടാകുക. 2 രീതിയിൽ ചിന്തിക്കാൻ പറയും. ഇത്ര വർഷം ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്, അപ്പൊ അതിനർത്ഥം എന്താണ്? അത്രയും വർഷം ഞാൻ ബിസിനസ് ചെയ്തല്ലോ, ഇത്രയും വർഷം ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഈ പരാജയപ്പെടുക എന്ന് പറയുന്നതിന്റെ ഒരു മെയിൻ അല്ലെങ്കിൽ അവരൊരു ക്വാളിറ്റീസ് ഉണ്ട്. ഒരാൾ ഫെയിൽഡ് ആകുക, ഒരാൾ ഒരു കാര്യത്തിൽ ഫെയിൽഡ് ആകുക എന്ന് പറയുമ്പോൾ അയാൾ അവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഒരു ബിസിനസ് പരാജയപ്പെടുക എന്ന് അറിയുന്ന ഒരാൾക്ക് ആ ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കുക എന്ന് അറിയാൻ പറ്റും. പരാജയപ്പെടേണ്ട കുറച്ച് റീസൺസ് ഉണ്ടാവില്ല. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്റെ ബിസിനസ് പരാജയപ്പെട്ടിട്ടുള്ളത്, അതെനിക്കറിയാം. ഞാൻ 5 വർഷം ചെയ്തിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്റെ ബിസിനസ് പരാജയപ്പെട്ടു. ഓക്കെ, സോ എനിക്ക് ഇനി നെക്സ്റ്റ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് മൈൻഡിലേക്ക് പോകും, ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരാജയപ്പെടാനുള്ള ചാൻസ് ഉണ്ട്, എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ബിസിനസ് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തണം. നമ്മൾ ആദ്യം അതാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അടുത്ത ബിസിനസ് നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ. എനിക്ക് 2 കൊല്ലത്തെ ഒരു ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ട്, ആ ബിസിനസ് പരാജയപ്പെട്ടു. ഓക്കെ, അതൊരിക്കലും എന്റെ തെറ്റല്ല, ഒരിക്കലും ഞാൻ എന്നെ നെഗറ്റീവായിട്ട് കാണാനല്ല ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പോർച്യൂണിറ്റി അവിടെ ഉണ്ട്. 2 കൊല്ലം ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്, 2 കൊല്ലം ബിസിനസ് റൺ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്, അത് എന്റെ സ്ട്രെങ്ത് ആക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഓപ്പർച്യൂണിറ്റി സൈഡിൽ എന്ത് വരും? ഓൾറെഡി 2 കൊല്ലം ഞാൻ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്കൊരു ബിസിനസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനും അത് റൺ ചെയ്യാനും അതിന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു സ്കിൽ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് എനിക്കുണ്ട്. ക്ലിയർ? ക്ലിയർ ആയോ പറഞ്ഞത്? നമുക്ക് ആ രീതിയിൽ നമുക്ക് അതിനെ കാണാൻ പറ്റും. അപ്പൊ അതിനെ സ്ട്രെങ്ത് ആക്കി എഴുതണോ വീക്ക്നെസ് ആക്കി എഴുതണോ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതാണ് അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. എല്ലാവരും ഓപ്പർച്യൂണിറ്റീസ് എഴുതിയോ? ഒരു 3 ഓപ്പർച്യൂണിറ്റീസ് എങ്കിലും കിട്ടിയോ നിങ്ങൾക്ക്? എത്ര പേർക്ക് കിട്ടി? ഒന്ന് കമന്റ് ഇട്ടെ. പ്രവീൺ സാറിന് കിട്ടിയോ? ഓക്കെ, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എഴുതി? ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞുതരാം ബാക്കി. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എഴുതി? ഓപ്പർച്യൂണിറ്റീസ് വെൽത്ത് ക്രിയേഷൻ, വെൽത്ത് ക്രിയേഷൻ. ഓക്കെ, ഗുഡ്. ജോബ് പ്രൊമോഷൻ, ജോബ് പ്രൊമോഷൻ. ഓക്കെ, പിന്നെ ലീഡർ, കോച്ച്. ഓക്കെ, ലീഡർ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഭാവിയിലുണ്ട് അല്ലേ? കോച്ച്. ഓക്കെ, പിന്നെ ഹെൽത്ത് ഡെവലപ്മെന്റ്, വെൽത്ത് പൈസ ഉണ്ടാക്കാനുള്ള സ്കിൽ ഉണ്ട് അല്ലെ? ഹെൽത്ത് 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 ഡെവലപ്മെന്റ്. ഓക്കെ, ഗുഡ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ പ്രവീൺ സാറിന്റെ സ്ട്രെങ്ത്തിൽ ഉണ്ടാവണം, ഈ സ്കിൽസ് ഒക്കെ. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റീസും ഈ സ്ട്രെങ്ത്തും ആയിട്ട് എപ്പോഴും മാച്ച് ആയിരിക്കണം. എനിക്ക് ഈ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റീസിലൊക്കെ എനിക്ക് എത്തിപ്പെടാൻ പറ്റൂ. ഇത് ഗ്രാബ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്കിൽസ് എനിക്ക് ഉണ്ടാവണം. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം. ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, സോ ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയോ? ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയോ? കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, എല്ലാവർക്കും ഒരു മിനിമം ഒരു 3 ഓപ്പർച്യൂണിറ്റീസ് എങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ വെറീഡ് ആവണ്ട. നിങ്ങൾ ഇപ്പം ഈ ഒരു സെഷനിൽ ഇരുന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാത്തത്. നിങ്ങൾ ഇതൊക്കെ മാറ്റി വെച്ച് ഒരു അരമണിക്കൂർ നിങ്ങൾ ഈ ഒരു ഷോർട്ട് അനാലിസിസിന് വേണ്ടി മാറ്റി വെക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇങ്ങനെ ചിന്തിച്ചോടെ കിട്ടും. എനിക്ക് ഇന്ന സ്കിൽസ് ഉണ്ടല്ലോ, ഇന്ന ആൾക്കാർ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പണ്ട് ഇവിടെ പഠിച്ച സമയത്ത് സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്ക് നല്ല പഠിക്കാനുള്ള സ്കിൽ ഉണ്ടായിരുന്നല്ലോ, എനിക്കൊരു ബുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ അത് പഠിച്ചിട്ട് എനിക്കത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റുമല്ലോ, എനിക്ക് പാട്ട് പാടാനുള്ള സ്കിൽ ഉണ്ടല്ലോ, ഈ പാട്ട് പാടാനുള്ള ഇപ്പൊ എനിക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് എന്താവും? എനിക്ക് ഭാവിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എനിക്കൊരു ഡാൻസർ ആവാം.
ഭാവിയിൽ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ എനിക്ക് ഡാൻസർ എന്നുള്ള ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ എനിക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, അല്ല എനിക്കൊരു ഡാൻസിംഗ് ഒരു ടീച്ചർ ആവാൻ പറ്റും, ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചർ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നതാണ്. ഭാവിയിൽ നമ്മൾ ഏത് മേഖലയിലാണ് നമ്മൾ സ്കില്ലഡ് ആവുക, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ഏത് മേഖലയിലാണ് നമ്മൾ ഓക്കെ ആവാൻ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഏത് മേഖലയിലൊക്കെ പോവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. ഇതിൽ ഏത് വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്യാം. എനിക്കൊരു കോച്ച് ആവാനുള്ള ഒരു സ്കില്ലുണ്ട്, എനിക്ക് ടീച്ചർ ആവാനുള്ള സ്കിൽസ് ഉണ്ട്, എനിക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനുള്ള സ്കില്ല് ഉണ്ട്, എനിക്ക് കോർപ്പറേറ്റ് കമ്പനിയിൽ ജോബ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ട്. ഈ 4 സ്കിൽസിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കണം ഞാനാണ്. ഇതിലും നമുക്ക് വേണമെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കിൽസ് എനിക്ക് ഉള്ളത് ഓപ്പർച്യൂണിറ്റീസ് ഏതാണ്, അത് ചിലപ്പോൾ 2 എണ്ണം ആയിരിക്കും. ഈ 2 എണ്ണത്തിൽ ഞാൻ വളരെ പാഷനേറ്റ് ആയിട്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ജോബ് ഏതാണ്, വളരെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് എനിക്കുള്ള സ്കിൽസ് ഏതാണ്, ഇതിൽ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് ഒന്ന് കിട്ടും. അതാണ് നമ്മുടെ പാഷൻ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ എല്ലാവർക്കും കിട്ടിയോ ഓപ്പർച്യൂണിറ്റീസ്? എല്ലാവരും എഴുതിയോ? എഴുതിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക കേട്ടോ. നമുക്ക് അടുത്തതിലേക്ക് പോവാം, നമുക്ക് ത്രെഡ്സിലേക്ക് പറയാം. എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്പർച്യൂണിറ്റീസ് ഒരു മിനിമം ഒരു 3 എണ്ണെങ്കിലും എഴുതുക. ആരെങ്കിലും എഴുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് ഷെയർ ചെയ്യോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടും, ഒരു ഐഡിയ കിട്ടും. സാറേ ഞാനിപ്പോ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ജോബ് പ്രൊമോഷനിലേക്ക് ഒരു എന്താ പറയാ ഹൈ പോസ്റ്റ് അങ്ങനൊക്കെ ഉദ്ദേശിക്കാം. സാറിന്റെ വോയിസ് പിന്നെ ഇല്ലല്ലോ, പറയാമോ? ഞാനൊരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, ഓക്കെ, അബുദാബിയിലാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു ആ പോസ്റ്റിനെക്കാട്ടും കുറച്ചും കൂടെ ഹയർ പോസ്റ്റ് അങ്ങനൊക്കെ ഉദ്ദേശിക്കാം അല്ലെ? ഹയർ പോസ്റ്റിൽ ഉദ്ദേശിക്കാം, തീർച്ചയായിട്ടും. സാറിന് എത്ര വർഷത്തെ അക്കൗണ്ടിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്? അറൌണ്ട് 20 years ഉണ്ട്. 20 years അക്കൗണ്ട് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അത് ഒരു ട്രാവൽ ഫീൽഡാണ്, അതുകൊണ്ട് പിന്നെ അത്രയും എക്സ്പോസർ ഇല്ല, വേറെ ഫീൽഡായിട്ട് അത്ര എക്സ്പോസർ ഇല്ല, അതാണ് ഒരു ഇഷ്യൂ ഉള്ളത്. ഈ ട്രാവൽസ് തന്നെ അക്കൗണ്ട്സ് ഡീൽ ചെയ്യലല്ലേ സാറിന്റെ റോള്? അതെ, അല്ല, ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുക, അക്കൗണ്ട്സ് ടാലി ചെയ്യുക, അതല്ലേ സാറിന്റെ റോള്? അത് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ? 20 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ചെറുതല്ല. നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പേർട്ട് ആകുന്നത് മിനിമം ഒരു 7 ഇയേഴ്സോളം ആ ഒരു കാര്യത്തിൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ്. അപ്പം 20 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾ അതിൽ പ്രോ ആണ്. ആ ഒരു മേഖലയിൽ ട്രാവൽസിന്റെ ഏജൻസിയിൽ സാറിന് ഭാവിയിൽ വലിയൊരു കോർപ്പറേറ്റ് ട്രാവൽസിന്റെ ഏജൻസിയിൽ നല്ലൊരു അക്കൗണ്ട്സ് ജോബ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് അല്ലെ? സാറിന്റെ സ്ട്രെങ്ത് ആയിട്ട് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ് അല്ലെ, അക്കൗണ്ട്സിൽ കൊടുക്കുക. ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഭാവിയിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയോ അല്ലെങ്കിൽ വലിയൊരു ട്രാവൽ ഏജൻസിയിലോ പുറത്തായിക്കോട്ടെ അബ്രോഡിലായിക്കോട്ടെ ഇവിടെയൊക്കെ അക്കൗണ്ട്സിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ട്രാവൽ ഏജൻസിയിൽ മാത്രമല്ല, വേറെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ വേറെ കമ്പനീസിലും സാറിന് അക്കൗണ്ടിന്റെ ജോബ് കിട്ടാനുള്ള ഒരു ചാൻസ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അത് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നമ്മുടെ സ്കിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മളൊരു ഒരു 6 മാസമൊക്കെ നമ്മൾ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ വർക്ക് ചെയ്ത സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടാവും. വർക്ക് ഫ്രം ഹോമിന്റെ ആയിക്കോട്ടെ, നേരത്തെ ആരോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. ആ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? എനിക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ സെയിൽസിൽ വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടും, എനിക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ അറിയാം, അതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം. എല്ലാവരും എഴുതിയോ? ബാക്കി എല്ലാവരും എഴുതിയോ ഓപ്പർച്യൂണിറ്റീസ്? സോ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം അല്ലെ, ത്രെഡ്സിലേക്ക് പോവാം അല്ലെ? ഓക്കെ, സോ ഈ ത്രെഡ്സ് എന്ന് പറയുന്ന സമയം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാകുന്ന ചാലഞ്ചസുകൾ ഏതൊക്കെ, നമ്മൾ ഫേസ് ചെയ്യാൻ ഇടയാകുന്ന ചാലഞ്ചസുകൾ ഏതൊക്കെ, അതാണ് നമ്മൾ ത്രെഡ്സ് എന്തിനു പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞല്ല, ഭാവിയിൽ എനിക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. നേരെ ഓപ്പോസിറ്റ്, ഭാവിയിൽ ഇത്ര പ്രശ്നങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ചിന്തിക്കുക. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രെങ്ത്തും ഓപ്പർച്യൂണിറ്റീസും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീക്ക്നെസ്സും ത്രെഡ്സും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ വീക്ക്നെസ് നോക്കും. വീക്ക്നെസ്സിലേക്ക് എല്ലാവരും ഒന്ന് വീക്ക്നെസ് ഒന്ന് വായിച്ചേ. നിങ്ങൾ ഏത് വീക്ക്നെസ് എല്ലാവരും ഒന്ന് വായിച്ചേ, മനസ്സിൽ വായിച്ചാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് ഇതാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഒരു 5-6 വീക്ക്നെസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, എനിക്ക് ഇത്ര വീക്ക്നെസ് ഉണ്ട്.
ഈ വീക്ക്നെസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഭാവിയിൽ ഇങ്ങനെ ചാൻസ്, ഇങ്ങനെ പ്രോബ്ലം വരാനുള്ള ഒരു ചാൻസ് എനിക്ക് അവിടെ ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പം? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇന്ന കാര്യത്തിൽ നിങ്ങൾ ബാക്കൗട്ട് ആയതുകൊണ്ട്, ഇന്ന കാര്യത്തിൽ നിങ്ങൾ ലോ ആയതുകൊണ്ട് ഭാവിയിൽ ഫ്യൂച്ചറിൽ എനിക്ക് ഇത്ര ചാലഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റേജ് ഫിയർ. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതെ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ ത്രെട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്റെ ഫാമിലി റിലേഷൻഷിപ്പിൽ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ള ഇന്ററാക്ഷനിലേക്ക് അതൊരു പ്രശ്നമാവാം. എന്റെ ഫ്രണ്ട്സുകളായിട്ട് ഒരുപക്ഷെ ഫ്രണ്ട് സർക്കിള് അതൊരു വലിയൊരു വിള്ളൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യം വന്ന് അവരോട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതൊരു വലിയ ത്രെട്ടാണ് എന്റെ ഈ ഒരു ദേഷ്യം എന്നുള്ളത്. റൈറ്റ് പോയിന്റ് ആണ്. അതാണ് അതിന്റെ റൈറ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന്, ജസീർ സാറിന് അവിടെ ഒരു വീക്ക്നെസ് എന്നുള്ള രീതിയിൽ അവിടെ ഒരു ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്, ലാക്ക് ഓഫ് ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ്. അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യം വരുന്ന ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഭാവിയിൽ ഇന്ന മേഖലയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഫാമിലീസിനോട് സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ, ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. ആ ഒരു ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവാനുള്ള ഒരു പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. അതൊരു ചാലഞ്ചാണ്. അപ്പൊ നമ്മൾ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ പറഞ്ഞുതരാം. ഇന്ന കാരണം കൊണ്ട് എന്റെ ഫ്യൂച്ചറിൽ എനിക്ക് ഇത്ര ചാലഞ്ച് വരാൻ, ഇത്ര ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? അത് വരാനുള്ള ചാൻസ് നമ്മൾ ഇവിടുന്നേ സോർട്ട് ഔട്ട് ചെയ്യണം. ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ചാൻസ് വരാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വീക്ക്നെസ് നമ്മൾ സ്ട്രെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ സാറിന് ദേഷ്യം വരുന്ന ആ ഒരു ഇഷ്യൂ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അപ്പൊ അവിടെ ആ ഒരു എന്ത് മാറും? ആ ഒരു ത്രെഡ്സും അവിടെ മാറും. ക്ലിയർ? സാറിന് അവിടെ വരുന്ന ഒരു ഇഷ്യൂസ്, അവിടെ വരുന്ന വീക്ക്നെസ്സിൽ വരുന്ന ആ ഒരു കാര്യം ത്രെഡ്സിനെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഭാവിയിൽ ഒരു ഇഷ്യൂ ആവാൻ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീക്ക്നെസ് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് കുറക്കണം. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേഷ്യം നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം. അതിന്റെ ഒരു ചെറിയൊരു ബേസിക് ആയിട്ട്, ചെറുതാന്ന് വിചാരിച്ചിട്ടല്ല, നമ്മൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ദേഷ്യം നമുക്ക് കുറക്കാൻ പറ്റും, നമ്മുടെ സ്ട്രെസ് ലെവൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അത് ചില മെഡിറ്റേഷനൊക്കെ യൂസ് ചെയ്ത് കണ്ടിന്യൂസ്ലി നമ്മുടെ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു വീക്ക്നെസ് എന്നുള്ളത് നമ്മളൊരു വിത്തിൻ ഒരു 3 മാസത്തിനുള്ളിൽ ഞാൻ സ്ട്രെങ്ത് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങൾ ഇന്ന് ഇവിടെ എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ്. നിങ്ങളുടെ ഓരോ വീക്ക്നെസ്സും, ഇവിടെ ഉള്ള പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് പോസിറ്റീവ് കുറവാണ്, എനിക്ക് നെഗറ്റീവ് ആണ് കൂടുതൽ. സോ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ഇത്രയും കാലം ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ ലൈഫിനെ കുറിച്ച് പഠിക്കാനോ, നമ്മുടെ സെൽഫ് എന്താന്ന് മനസ്സിലാക്കാനോ, നമ്മുടെ അവെയർ ആവാനോ, അനലൈസ് ചെയ്യാനോ ഒന്നിനും നമ്മൾ ടൈം കണ്ടെത്തിയിട്ടില്ല. നമ്മൾ പല കാര്യങ്ങളിൽ എൻഗേജഡ് ആയിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ചെയ്യാണ്. നമ്മൾ ചെയ്തു. നമ്മുടെ സ്ട്രെങ്ത് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇതുവരെ ഫീൽ ചെയ്യാത്ത, ഇതുവരെ അറിയാത്ത സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കി. ഇതുവരെ എൻ്റെ ഉള്ളിലുള്ള വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കി. എനിക്ക് ഇത്ര മേഖലയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത്ര മേഖലയിൽ ത്രെഡ്സ് ഉണ്ട്, ഇത്ര മേഖലയിൽ ഭാവിയിൽ ചാലഞ്ചസ് വരാനുള്ളതെന്ന് മനസ്സിലാക്കി. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങളുടെ വീക്ക്നെസ്സിന്റെ ഒരു ബ്രാക്കറ്റ്, ഓരോ വീക്ക്നെസ്സിന്റെ നേരെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ഓരോ വീക്ക്നെസ്സിന്റെ ഒന്നെങ്കിൽ അടിയിൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ എഴുതുക, അല്ലെങ്കിൽ ഓരോ വീക്ക്നെസ്സിന് നേരെ ബ്രാക്കറ്റ് കൊടുക്കാം. എന്നിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം സാറിന്റെ ദേഷ്യം കൂടുതലാന്ന് പറഞ്ഞു, അതൊരു വീക്ക്നെസ് ആണ്. അടുത്ത 3 മാസത്തിനുള്ളിൽ ഈ വീക്ക്നെസ് ഞാൻ സ്ട്രെങ്ത് ആക്കി മാറ്റും. അതിന് വേണ്ട പ്രാക്ടീസ് എന്തൊക്കെ? ഞാൻ മെഡിറ്റേഷൻ ചെയ്യും, ഞാൻ ഈ 5 4 3 2 1 എന്നുള്ള ടെക്നിക്സ് ഞാൻ യൂസ് ചെയ്യും, ഞാൻ ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ ഞാൻ കോൺഷ്യസ്ലി ഞാൻ ട്രൈ ചെയ്യും. ഈ രീതിയിലുള്ള പ്രാക്ടീസ് യൂസ് ചെയ്തിട്ട് 3 മാസം കൊണ്ട് ഈ വീക്ക്നെസ് ഞാൻ സ്ട്രെങ്ത് ആക്കി മാറ്റും. ഇത് എങ്ങനെയാണ് സ്ട്രെങ്ത് ആക്കി മാറ്റാൻ പറ്റുന്നത്? എനിക്ക് ആൾക്കാരോട് ദേഷ്യം ഇല്ലാണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും, എനിക്ക് എന്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സ്ട്രെങ്ത് ആണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതിന്റെ ശ്രമങ്ങൾ ചെറിയ രീതിയിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതില് ചെറിയൊരു അതിനിടയിൽ സംസാരിച്ചതിന് അതിന്റെ ചെറിയ ശ്രമങ്ങൾ എന്റെ ഭാഗത്ത് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ചെറിയ നല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ദേഷ്യം വരുന്ന സമയത്ത് ഇപ്പൊ എന്ത് വിഷയത്തിന്റെ മുകളിലാണോ നമുക്ക് പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്നത് വെച്ചാല് ഞാൻ ആ വിഷയത്തിൽ നിന്ന് എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്ന ആ സബ്ജക്ട് മാറിയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ അതിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് മൈൻഡിനെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ സ്ലോലി ഞാനും എന്റെ മൈൻഡിനോട് തന്നെ പറയാറുണ്ട്, ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ കം ഡൗൺ, അങ്ങനെയൊക്കെയുള്ള. ഓക്കെ, ഗുഡ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇനി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം. നിങ്ങൾക്ക് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കുറെയൊക്കെ കൺട്രോൾ ആയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ അതെനിക്ക് എത്രത്തോളം സീറോ എങ്ങനെ പറഞ്ഞോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. അല്ല, അതപ്പോ അതിനെനിക്ക് എങ്ങനെ പരമാവധി അതൊരു 0 ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ടാർഗറ്റ്. എന്റെ ലൈഫില് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റണമെങ്കിൽ ആ ഒരു എന്റെ ഒരു വീക്ക്നെസ്സിനെ 0 ലെവലിൽ എത്തിച്ചേ മതിയാവുന്നുള്ള ഒരു
നിർബന്ധ ബുദ്ധിയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മെല്ലെ കുറച്ച് പ്രോഗ്രസ് ഉണ്ട്. അതിനെ 0 ലെവൽ എത്തിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസും വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെയുള്ള ഓരോരുത്തരും ഇങ്ങനെയുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തേ പറ്റും. നിങ്ങളുടെ വീക്ക്നെസ്സിനെ വിത്തിൻ 3 മാസം കൊണ്ട് ഞാനത് സ്ട്രെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓരോരുത്തരും നമ്മുടെ സെൽഫിനോട് തന്നെ നമ്മൾ പറയണം, അല്ലെങ്കിൽ നമ്മുടെ സെൽഫിനോട് നമുക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണത്. എനിക്ക് ഇത്ര വീക്ക്നെസ് ഉണ്ട്, എനിക്ക് 10 വീക്ക്നെസ് ഉണ്ട്. ഈ 10 വീക്ക്നെസ് അല്ലെങ്കിൽ ഞാനൊരു 5 എങ്കിലും അടുത്ത 3 മാസം ആകുമ്പോഴത്തേക്ക് ഞാനത് പോസിറ്റീവ് അല്ലെങ്കിൽ സ്ട്രെങ്ത്തിലേക്ക് മാറ്റും. ഇപ്പൊ ജസ്റ്റിസ് സാർ പറഞ്ഞു, ഇപ്പൊ എനിക്ക് നല്ല ദേഷ്യം കൂടുതലാണ്, അതൊരു വീക്ക്നെസ് ആണ്. അടുത്ത 3 മാസത്തിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞ പ്രാക്ടീസ് ഒക്കെ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് സാറിന് അറിയുന്ന പ്രാക്ടീസ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ അതൊരു സ്ട്രെങ്ത് ആവും. എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, അത് എന്റെ ഒരു സ്ട്രെങ്ത് ആണ്. എനിക്ക് അങ്ങനെ പറഞ്ഞൂടെ ജസ്റ്റിസ് സാർ? അത് പറഞ്ഞൂടെ? അടുത്ത 3 മാസം കഴിഞ്ഞ് ഞാൻ സോട്ട് അനാലിസിസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വീക്ക്നെസ് നേരെ സ്ട്രെങ്ത് ആയി മാറും. എനിക്ക് നല്ല ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്, അത് എന്റെ സ്ട്രെങ്ത് ആണ്. ഇപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ വീക്ക്നെസ് കൊടുത്തെങ്കിൽ, ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രാക്ടീസ് ഉണ്ട്. അത് നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്ത് അടുത്ത 3 മാസത്തിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എന്നുള്ളത് അത് ഇംപ്രൂവ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആയി. ക്ലിയർ? പിന്നീട് നിങ്ങൾക്ക് പറയാൻ പറ്റും എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടും. സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൂടും, വീക്ക്നെസ് കൂടുന്നതിനനുസരിച്ച് ത്രെഡ്സും കൂടും. ഇതാണ് ഇതിന്റെ ഒരു മെട്രിക്സ് ഫോം. പറ്റുന്നുണ്ട്? നിങ്ങൾ എഴുതി വെച്ചു. സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു ഓപ്പർച്യൂണിറ്റീസ്, വീക്ക്നെസ് ഈസ് ഈക്വൽ ടു ത്രെഡ്സ്. നിങ്ങൾ സ്ട്രെങ്ത് എത്രത്തോളം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ വീക്ക്നെസ് എത്രത്തോളം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു റിസൾട്ട്, അതിന്റെ ഒരു ഔട്ട്കം ആയിരിക്കും നിങ്ങളുടെ ത്രെഡ്സ് എന്ന് പറയുന്നത്. കറക്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചു. മിനിമൈസ് ദ വീക്ക്നെസ് ആണ് അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നതാണ് ത്രെഡ്സ്. ഓക്കെ, സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു ഓപ്പർച്യൂണിറ്റീസ്. ഇത് രണ്ടും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. സോ എല്ലാവരും വീക്ക്നെസ് ചെയ്തോ? ബാക്കിയുള്ള എല്ലാ ആൾക്കാരും വീക്ക്നെസ് ചെയ്തോ? അല്ല, ഐ മീൻ ത്രെഡ്സ് ചെയ്തോ? ഭാവിയിൽ വരാനുള്ള ഒരു ചാലഞ്ചസുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീക്ക്നെസ് നമ്മൾ നോക്കുക. ഓരോ വീക്ക്നെസ്സും കാരണം എനിക്ക് ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ അഡിക്ഷൻസ്, ഞാൻ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് ആണെന്ന് വിചാരിച്ചു, അതാണ് എന്റെ വീക്ക്നെസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ് എനിക്ക് എപ്പോഴും, എനിക്ക് കാര്യങ്ങളൊന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് എന്റെ വീക്ക്നെസ്. എനിക്ക് ഭാവിയിൽ എന്തൊക്കെ നഷ്ടപ്പെടും? എനിക്ക് നല്ല ടൈം, പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ടൈം ഞാൻ അവിടെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, 1 കൊല്ലം കൊണ്ട് സെറ്റിൽ ആവണം അന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ 2, 3, 4 കൊല്ലം എടുക്കുകയാണ്. അതൊരു ചാലഞ്ച് അല്ലേ? അതൊരു ചാലഞ്ച് അല്ല, നമ്മൾ അനുഭവിക്കുന്ന ഒരു ചാലഞ്ച് അല്ല. ഭാവിയിൽ എനിക്ക് 1 ഇയർ കൊണ്ട് സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ, അവിടെ ഞാൻ എന്റെ ഈ ഒരു വീക്ക്നെസ് കാരണം എനിക്ക് അവിടെ 2, 3 ഇയർ എടുക്കുകയാണ് ഞാൻ സക്സസ് ആവണമെങ്കിൽ. അത് നമ്മളൊരു ചാലഞ്ച് ആക്കി നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ, നിങ്ങളിപ്പോ വീക്ക്നെസ്, നിങ്ങൾ ഓരോരുത്തരും വീക്ക്നെസ് എഴുതുക, അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ 2 കാര്യം എഴുതണം. ആ വീക്ക്നെസ് നോക്കുക, ആ വീക്ക്നെസ് പരമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചാലഞ്ച് നിങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അവെയർ ആവും, ഞാൻ ഈ രീതിയിലാണ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ എനിക്ക് ഇത്രയും ഇഷ്യൂസ് ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഈ വീക്ക്നെസ് അവോയ്ഡ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യണം, ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യണം. അതെന്തൊക്കെയെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, എല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ മോർണിംഗ് സെഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓരോന്നിനും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. സോ ആ വീക്ക്നെസ് ചേഞ്ച് ചെയ്യണം, ഞാൻ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യണം, അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. എന്നിട്ട് വിത്തിൻ 3 മന്ത് അല്ലെങ്കിൽ 4 മന്ത് 6 മന്ത് ടൈം പീരീഡ് എടുക്കും. കുറച്ച് ചില കാര്യങ്ങൾ, ചില ഹാബിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം പീരീഡ് എടുക്കും, കുറച്ച് ഡ്യൂറേഷൻ എടുക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ, അത് സ്ട്രെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. 10 വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു 3 മാസം ആകുന്നെങ്കിൽ 5 വീക്ക്നെസ് എങ്കിലും ഞാൻ സ്ട്രെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും പറ്റുന്ന കാര്യമുള്ളൂ. ഈ വീക്ക്നെസ്സും സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇൻബോൺ ആയിട്ടുള്ളതല്ല, നമുക്ക് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ ഒരുപാട് നെഗറ്റീവ് ബിലീഫും ഒരുപാട് നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ഒരുപാടായിട്ടുള്ള ട്രോമയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് സ്ട്രെങ്ത് ആക്കാൻ നമുക്ക് പറ്റും, നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊക്കെ അതിനുള്ള ഒരു സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളിപ്പോ ഇന്ന് എന്റെ മുമ്പിൽ വന്നിട്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 1 അവർ നിങ്ങൾ ഇരുന്നൂടെ സെഷൻ അറ്റൻഡ് ചെയ്തല്ലേ, നിങ്ങൾക്ക് എന്ത് സ്കില്ലുണ്ട്? ലേണിംഗ് സ്കില്ലുണ്ട് നിങ്ങൾക്ക്, ഇല്ലേ? പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഉള്ള 14 പേരും സ്ട്രെങ്ത്തിൽ എഴുതേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേണിംഗ് സ്കില്ലാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ട്. അത് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സെഷനിൽ വരില്ല. യെസ് ആണോ? ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കിട്ടും എന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നത്, സെഷനിലേക്ക് വന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് അല്ലേ അത്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. കംഫർട്ട് ആയിട്ട് എന്താ പറയാ, കംഫർട്ട് സോൺ ഉണ്ടല്ലോ, കംഫർട്ട് സോൺ, പുതിയ കാര്യം
അത് നമ്മളിപ്പോ ഒരുപാട് വർഷമായിട്ട് അങ്ങനെ കൂടിയത് കാരണം കൊണ്ടാണ്. കുഴപ്പമില്ല, ജോലിയും കുഴപ്പമില്ല, അങ്ങനെ പോയി. പക്ഷെ ലാസ്റ്റ് ഒരു 4-5-6 വർഷമായിട്ട് കൊറോണയ്ക്ക് ശേഷം എന്താ പറയാ ഭയങ്കര ഗ്രാഫ് താഴേക്ക്, അത് ഇമ്പ്രൂവ്മെന്റ് കമ്പനി ആകെ പ്രശ്നത്തിലൊക്കെ ആയി. പിന്നെ കുറെ അങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ നമുക്കൊരു ഇവിടുന്ന് മാറാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. അതാ പ്രശ്നം. പറ്റി സ്റ്റാർട്ടിംഗ് ഒക്കെ വലിയ കുഴപ്പമില്ല, ഉഷാറായിട്ട് പോയി, എല്ലാ ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. ലാസ്റ്റ് ഒരു 5-6 വർഷമായിട്ട് സ്റ്റക്കാണ്, കമ്പനി സ്റ്റക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു സാലറി കുറവാണോ? സാലറി ഇൻക്രിമെന്റ് ഒന്നും കിട്ടാതെ ബിസിനസ്സും കുറെ ബ്രാഞ്ചൊക്കെ ക്ലോസ് ഡൗൺ ചെയ്ത്. അപ്പൊ നമ്മളിപ്പോ ഇത്രയും വർഷം അങ്ങനെ വർക്ക് ചെയ്ത് കാരണം ഒരു കംഫർട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ടേ പുതിയ മാറാൻ അങ്ങനെ ഇരുന്ന് പോയതാണ് പറ്റി. അപ്പൊ അതിപ്പോ നമ്മുടെ നമ്മളെങ്ങനെ കംഫർട്ട് സോൺ നമ്മൾ എപ്പോഴും നമ്മൾ ബ്രേക്ക് ചെയ്യണം. അത് അതിന്റെ ഒരു ഔട്ട്കം ആണത്. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ഒന്നെങ്കിൽ ആ നിന്ന ലെവലിൽ നമ്മൾ പോകും. നമ്മുടെ ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ. അല്ലെങ്കിൽ ചില സമയത്ത് സ്റ്റാർട്ടിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലാതെ അങ്ങനെ പോയിരുന്നു. കാരണം കൊണ്ട് അങ്ങനെ ആദ്യം ട്രൈ ചെയ്തില്ല. കുറെ വർഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഇനിയിപ്പോ എന്ത് നമ്മളെ ഏജും അതനുസരിച്ചില്ല പ്രശ്നമായിരുന്നു. അല്ലാതെ അവരുടെ കമ്പനീസിനോട് പ്രോപ്പറായിട്ട് സംസാരിക്കുക, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്ക് സാലറി കുറവുണ്ടോ, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഈ സാലറി പോരാ, ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സാലറി അല്ല ഇതെന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചിലപ്പോൾ കാര്യം കമ്പനിക്ക് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു അഫോർഡബിൾ ആയിരിക്കില്ല അത്രയും എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്ത്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഈ അക്കൗണ്ട്സ് എന്നുള്ളത് ഈ സീനിയർ അക്കൗണ്ട്സ് ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലോ. നിങ്ങളുടെ പ്രൊമോഷൻ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സ്കിൽസ് നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാം. അതെന്റെ കൂടെ മിസ്റ്റേക്കാണ്. ഞാൻ പുതിയതും അതായത് ഉള്ള ഇതിൽ നിന്ന് നിന്നുപോയി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഗ്രാഫ് എപ്പോഴും സ്ട്രേറ്റ് ലൈനിലേക്ക് പോകാൻ പാടില്ല. സോറി, നമ്മുടെ ഗ്രാഫ് നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാഫ് എപ്പോഴും പോകാന്ന് വെച്ചാൽ സ്ട്രേറ്റ് ലൈനിലായിരിക്കും. ചില സമയത്ത് അത് താവും, എന്നാലും പൊന്തണമെങ്കിൽ കുറച്ച് പണിയാണ്. ആ ഗ്രാഫ് ഒന്ന് മോളോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയോ നിങ്ങൾക്ക് പലതും ചെയ്യാൻ തോന്നും. ഇപ്പൊ ഒരു ജോബ് ഉള്ള ഒരു വ്യക്തി ബിസിനസ് ചെയ്യുന്ന സമയത്ത് അയാൾ ഭയങ്കര കംഫർട്ടിലായിരിക്കും ചിലപ്പോൾ ബിസിനസ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാക്ക് ബോൺ ആയിട്ട് സാലറി കിട്ടുന്നുണ്ട്, മന്ത്ലി ഇങ്ങനെ സാലറി കിട്ടുമ്പോൾ വലിയൊരു ഫീൽ ചെയ്യില്ല. മറിച്ച് ജോബൊക്കെ റിസൈൻ ചെയ്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു മന്ത്ലി സാലറി ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോഴാണ് ബിസിനസ്സിനോട് ഭയങ്കര ഇറങ്ങും. നമ്മൾ ഉറക്കം ഉണ്ടാവില്ല, ഊണും ഉണ്ടാവില്ല, ഫുഡും ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഈ ബിസിനസ് ഒന്ന് സക്സസ് ചെയ്തിട്ട് എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്നുള്ളൊരു തിങ്കാവും. അങ്ങനെയുള്ള ആൾക്കാരാണ് ജയിക്കുന്നത്, ജീവിതത്തിൽ വിജയിക്കുന്നത്. നമ്മുടെ ബാക്ക് ബോൺ ആയിട്ട് ചിലപ്പം നമുക്ക് സാലറി ഉണ്ടാവും, നമുക്ക് നല്ല കംഫർട്ട്സ്, നമുക്ക് വീട്ടിൽ കാര്യങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട്, അങ്ങനെ വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് നടന്നു പോകുന്നുണ്ട്, സാലറി കിട്ടും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കും, അതിന് കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കും. ഇതൊന്നും കിട്ടാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മളത് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കംഫർട്ട് സോൺ കൊണ്ട് ബ്രേക്ക് ചെയ്യുക. സാർ പഠിക്കാനുള്ള ചാൻസ് മൊത്തം പഠിക്കുക. ഈ അക്കൗണ്ട്സ് മേഖലയിൽ തന്നെ ടോപ്പ് ലെവലിൽ സ്കിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അടുത്ത തന്നെ നെക്സ്റ്റ് ലെവൽ എന്താണ്, ആ കമ്പനിയിൽ അവിടെ പോയിട്ട് സാറിന് പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, സാലറി ഇൻക്രിമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. ആ ക്രൈറ്റീരിയ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് സ്കില്ലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അത് പഠിക്കുക. യൂട്യൂബിൽ ഇപ്പൊ എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ കോഴ്സ് ഒന്നും ചെയ്യണമെന്നില്ല, യൂട്യൂബിൽ ഇപ്പോൾ അക്കൗണ്ട്സിന്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ അവൈലബിൾ ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ കമ്പനി മാറിയിട്ട് ചിലപ്പോൾ റിസൈൻ ചെയ്തിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോകേണ്ടി വരും, ചെയ്യാം. സോ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാം, നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ, സോ നമ്മളെല്ലാവരും ആ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും ത്രെഡ്സും എഴുതിയോ? നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയി. എല്ലാവരും ഇനി ആരൊക്കെ എഴുതാൻ ബാക്കിയുണ്ട്? ആരെങ്കിലും എഴുതാൻ ബാക്കിയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടെ. നീ എന്താ കമന്റ് ഇട്ടെ? സർ, സ്ട്രെങ്ത് വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും എഴുതി. ത്രെഡ്സ് ആക്ച്വലി എനിക്ക് അങ്ങനെ ഇതൊന്നും ലൈക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല വീക്ക്നെസ് ത്രെഡ്സിലേക്ക്. ഓക്കെ, വീക്ക്നെസ് പറയും മാമിന്റെ. വീക്ക്നെസ് പറയും. ലൈക് റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ഇല്ല. റിസ്ക് മെന്റാലിറ്റി ഇല്ല. ഓക്കെ, ഓരോന്നോരോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം. റിസ്ക് ടേക്കിംഗ്, ഐ സംടൈംസ് ലൈക് സ്ട്രഗിൾ ടു സേ നോ. ഓക്കെ, നോ പറയാൻ മടിയാണ്. യെസ്, ലൈക് ഇമോഷണലി. ഒരു മിനിറ്റ് മാം. ഫസ്റ്റ് വീക്ക്നെസ് ചെയ്തത് റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ഇല്ലാന്നാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഭാവിയിൽ എന്താവും അറിയാം മാമിന്? മാമിന്റെ കയ്യിൽ ഇപ്പൊ ആരെങ്കിലും ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വന്നു, നല്ലൊരു ബിസിനസ് ഉണ്ട്, നിങ്ങൾ ഒന്നും ചെയ്യണം, ഇതിലേക്ക് മാത്രം ഇറങ്ങിയാൽ മതി, ചെറിയ രീതിയിൽ നമുക്ക് സെറ്റപ്പ് ആക്കി തുടങ്ങാം, നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന മാമിന് ഉറപ്പുള്ള ഒരു ബിസിനസ് ആണ്. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഭാവിയിൽ മാമിന് വരാന്നുണ്ടെന്നുണ്ടെങ്കിൽ മാം അത് അക്സെപ്റ്റ് ചെയ്യൂല. അവിടെ എന്ത് സംഭവിക്കും? മാമിന് റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അവിടെ നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ അവിടെ എന്താ എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഭാവിയിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസോ അങ്ങനെ എന്തെങ്കിലും കിട്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ത്രെഡ്സ്, അതാണ് നമ്മുടെ ചാലഞ്ച്. അത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? അതിന്റെ റൂട്ട് കോസ് ആണ് ഈ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ഇംപ്രൂവ് ചെയ്യാം, എങ്ങനെ ഇമോഷണലി ഇന്റലിജന്റ് ആവാം,
എങ്ങനെ എൻ്റെ മൈൻഡ് കുറച്ചും കൂടി സ്ട്രോങ് ആവാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം. ഞാൻ മെഡിറ്റേഷൻ ചെയ്യണം, ഞാൻ വിഷ്വലൈസേഷൻ ചെയ്യണം, ഞാൻ അഫർമേഷൻ ചെയ്യണം, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസ്പെക്ട് മെന്റാലിറ്റി അല്ലെങ്കിൽ നമുക്ക് ഏതൊരു കാര്യത്തിനും പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാനും ഭയങ്കര ഒരു ധൈര്യവും നമുക്ക് കിട്ടും. EFTയിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അതിന് ട്രോമാസ് കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ബിലീഫ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹീൽ ചെയ്തിടുക. ഈ കാര്യങ്ങൾ ചെയ്ത് റിസൾട്ട് ഉണ്ടാവും. അത് നമ്മൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, അടുത്ത വീക്ക്നെസ് പറയൂ. അതേപോലെ നല്ല രീതിയിൽ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. ലൈക്ക് ഈവൻ ദോ ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിലും ഞാൻ ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു ഇതുണ്ട്. പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും, എല്ലാ കാര്യം പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും അല്ലേ? യെസ്. സോ ഇതുകൊണ്ട് തന്നെ മാമിന് ഒരുപാട് ചാലഞ്ചുകൾ ഭാവിയിൽ അനുഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ജോബ് ആയിക്കോട്ടെ, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, ഈവൻ ബിസിനസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഇരിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ എനിക്ക് നല്ലൊരു ജോബിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല അല്ലേ? എനിക്ക് ആ ജോബ് ചെയ്താൽ തന്നെ, ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്താൽ തന്നെ എനിക്ക് ആ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല, പിന്നീട് മാറ്റി വെക്കുക എന്നുള്ള രീതിയിലുണ്ട് ഞാൻ തീരെ പ്രൊഡക്റ്റീവ് ആവില്ല അല്ലേ? അതെന്റെ ഒരു ത്രെഡ്സ് അല്ലേ? ഭാവിയിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന ഒരു ചാലഞ്ച് അല്ലേ? ഹലോ, അതെ മാം. ഓക്കെ, സോ നമ്മൾ നമ്മളത് നോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളൊരു കാര്യം ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടത്, എലിമിനേറ്റ് ചെയ്യേണ്ടത്, അത് ചിന്തിക്കാം. നമുക്കിപ്പോ മാം അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് 24th പ്രീ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോഗ്രാം നമുക്ക് നടക്കുന്നുണ്ട്. 5 days സെഷൻ ആണ്. അറിഞ്ഞിട്ടുണ്ടോ? പ്രോക്രാസ്റ്റ് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ, അതിൽ ജോയിൻ ചെയ്യും. ഓക്കെ, നമുക്ക് ആ ഒരു 5 days ഈ വീക്കിൽ തന്നെ നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്യാം. പോരെ? ഓക്കെ, ഈ വീക്കിൽ തന്നെ നമുക്ക് അടുത്ത നമ്മളെ സെഷനിൽ ഉണ്ടാകുന്ന സമയത്ത് മാമിന്റെ സ്ട്രെങ്ത്തിലേക്ക് അത് കൺവേർട്ട് ആവണം. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങളുടെ വീക്ക്നെസ് ഞാൻ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. അല്ലെ ഞാൻ ഇത്രയും നെഗറ്റീവ് ആയ ഒരു വ്യക്തിയാണെന്ന് ഒരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയല്ല കേട്ടോ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഈ വീക്ക്നെസ് നമ്മൾ എന്ത് കാര്യത്തിന്റെയും ഒരു നെഗറ്റീവ് സൈഡ് കണ്ടാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ ഒരു റൂട്ട് കോസ്, പ്രശ്നം, ഒരു ചാലഞ്ച് കണ്ടാൽ മാത്രമേ അത് എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ? ഫോർ എക്സാമ്പിൾ എന്റെ ഫോൺ ഇപ്പം കേടായി കിടക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് ആദ്യം ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? അത് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്, അതിന്റെ റീസൺ എന്താണ്, അത് ഞാൻ മനസ്സിലാക്കണം അല്ലേ? അത് മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് അതിന് പ്രോപ്പർ ആയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ എനിക്ക് ഇത്ര വീക്ക്നെസ് ഉണ്ട്, എനിക്ക് ഇത്ര മേഖലയിൽ എത്തിപ്പെടാൻ പറ്റാത്തതിന്റെ കാരണം ഇത്ര വീക്ക്നെസ് ഉള്ളത് കൊണ്ടാണ്. സോ ആ വീക്ക്നെസ് ഒക്കെ ഞാൻ ഇപ്പൊ മനസ്സിലാക്കി. ഇപ്പൊ ഒരു 10 വീക്ക്നെസ് എനിക്കുണ്ട്. അത് മനസ്സിലാക്കി എനിക്ക് അവിടെ എന്താണ് ഈസിയാണ് എനിക്കത് ചേഞ്ച് ചെയ്യാൻ. ഞാനത് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്ത് അത് കൺവേർട്ട് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഈ വീക്ക്നെസ്സും ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസും സ്ട്രെങ്ത്തും ഒക്കെ നമ്മൾ ഇപ്പൊ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയ മാം? എന്തൊക്കെ ഭാവിയിൽ എന്തൊക്കെ ചാലഞ്ചുകളാണ് മാം ഫേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരിക, പോസിബിലിറ്റീസ് ഉള്ളത്? ക്ലിയർ ആയോ? ഓക്കെ, സോ അത് കറക്റ്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആ വീക്ക്നെസ് കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പോകണം ഇനിയുള്ള ദിവസങ്ങളിൽ. ഓക്കെ, നമ്മുടെ മോർണിംഗ് സെഷനിൽ എന്തായാലും പങ്കെടുക്കണം കേട്ടോ. മോർണിംഗ് സെഷൻ ഇപ്പൊ ഓൾറെഡി മാം ഗ്രൂപ്പിലുണ്ടോ? ഗ്രൂപ്പിലുണ്ട്. മോർണിംഗ് സെഷന്റെ ലിങ്ക് ആയിരിക്കും. അവർ നമ്മൾ എന്തായാലും പങ്കെടുക്കണം. നിങ്ങൾ ഇപ്പം പറഞ്ഞിട്ടുള്ള ഓരോ വീക്ക്നെസ് ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കുറവായിരിക്കും, അതുപോലെ തന്നെ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റാത്തതായിരിക്കും, ദേഷ്യം കൂടുതലായിരിക്കും, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ആൾക്കാരായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഇതിനെല്ലാത്തിനും സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ ടോപ്പിക് വൈസ് നമ്മൾ സെഷൻസ് കൊടുക്കുന്നത്. സോ നിങ്ങൾ കണ്ടിന്യൂസ്ലി അത് പങ്കെടുക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, എല്ലാവരും എഴുതി? ആർക്കും ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എല്ലാവരും അവരവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് ക്ലിയർ ആയോ? ഈ എക്സാമിന്റെ ഫിയർ നമ്മൾ എങ്ങനെ കുറക്കുക? എക്സാം വരുമ്പല്ലോ ഫിയർ. എക്സാം മാം എന്താ ചെയ്യുന്നത്? ഡിഗ്രി ഫസ്റ്റ് ഇയറിന്റെ എക്സാം വരുന്നുണ്ട്. ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് ഇപ്പോൾ ഉള്ളത്. 2 കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. എക്സാമിന്റെ ആ ഒരു ടൈമിലാണോ മാമിന് ഫിയർ? ഇത് ഫസ്റ്റ് ആയിട്ട് ഇതാണ്, ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഫിയർ വന്നിട്ടുണ്ടോ? അല്ല, ഡിഗ്രിന്റെ എക്സാം ഇപ്പൊ കൊറേ ഡിസ്റ്റൻസ് വന്നിപ്പോ ഇതാണ് അയച്ചേ. ഓക്കെ, +2 കഴിഞ്ഞപ്പോ കൊറേ കഴിഞ്ഞ ഡിസ്റ്റൻസ് വന്നിക്കണേ എക്സാം ഒക്കെ എഴുതാന്. അപ്പൊ ആ ഫിയറും ഉണ്ട്, എക്സാം എഴുതുന്ന ഫിയറും ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷന് കേറലുണ്ട്, ഓൾറെഡി ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യാം. പിന്നെ ഈ എക്സാമിന്റെ ആ ഒരു ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ,
എക്സാം ആകുമ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ് 1 to 2 വീക്സ് ആയിക്കോട്ടെ, 3 വീക്സ് ആയിക്കോട്ടെ, 1 month, ആ ഒരു ടൈം പീരീഡ് നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ കൊടുക്കുക. എന്താണ് കൊടുക്കേണ്ടത്? നിങ്ങൾ വളരെ കാമായിട്ട്, വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ എടുത്തിട്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് നിങ്ങൾ എക്സാം ഹാളിൽ പോയി ഇരിക്കുന്നതും, നിങ്ങളുടെ മുന്നിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതും, നിങ്ങൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ വളരെ ഹാപ്പിയാണ്, വളരെ കാമാണ്, നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനോ സ്ട്രെസ്സോ ഫിയറോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ രീതിയിൽ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഉത്തരം എഴുതി അവിടുന്ന് എക്സാം ഹാളിൽ നിന്ന് തിരിച്ചു പോകുന്നതായിട്ട് നിങ്ങളുടെ മുമ്പിൽ കണ്ടിന്യൂസ്ലി ആ ഒരു വീക്ക്, ആ ഒരു ഡേയ്സ് കണ്ടിന്യൂസ്ലി നിങ്ങൾ വിഷ്വലൈസേഷൻ കൊടുക്കുക. ഓക്കെ, ഈ രീതിയിൽ കൊടുക്കണം. നമ്മൾ വളരെ നല്ല രീതിയിൽ എനിക്ക് എന്താണ് അവിടെ വേണ്ടത്, ഞാൻ എന്താണ് അവിടെ എക്സ്പെക്ട് ചെയ്തത്, അത് നിങ്ങൾ ഓൾറെഡി നടന്നു എന്നുള്ള രീതിയിൽ, അതിങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുന്നുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോഴും എണീക്കുമ്പോഴൊക്കെ നിങ്ങൾ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈവനിങ് നൈറ്റ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് മോർണിംഗ് എഴുന്നേൽക്കുന്ന ആ ഒരു ടൈം പീരീഡും നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ കൊടുക്കുക. പിന്നെ അഫർമേഷൻ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, എനിക്ക് എക്സാം ഒക്കെ എഴുതാൻ നല്ല ധൈര്യം ഉണ്ട്, എനിക്ക് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. കണ്ടിന്യൂസ്ലി അഫർമേഷൻ കൊടുത്തോളൂ. നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പം പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എനിക്ക് പഠിച്ചൊന്നും ഓർമ്മയില്ല, ഞാൻ പഠിച്ച അതല്ല പറയാ. നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പൊ എന്താ ചോദിച്ചാൽ നീ പഠിച്ചോ, ഞാൻ പഠിച്ചില്ല, എനിക്ക് പഠിച്ചൊക്കെ ഓർമ്മ എന്ന് പറയും അല്ലേ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്ന അറിയോ, നമ്മളിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിൽ പാസ് ചെയ്യാണ്. എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ പറയുന്നത്, നിങ്ങൾ എന്താണോ കാണുന്നത്, നിങ്ങളുടെ സർക്കിള്, അതാണ് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി, അത് നിങ്ങളെ എന്ന് പറഞ്ഞ വ്യക്തി അട്രാക്ട് ചെയ്യപ്പെടും. സോ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഞാനത് പഠിച്ചിട്ടില്ല, അല്ല ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ മറന്നുപോയി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണത്, ഞാൻ പഠിച്ച കാര്യം ഞാൻ മറന്നുപോയി. സോ ബ്രെയിൻ എന്ത് വിചാരിക്കും, ബ്രെയിൻ അത് മറന്നുള്ള രീതിയിലേക്കാണ് ആ ഒരു പ്രോസസ് അവിടെ പോവുക. അതും കണ്ടിന്യൂ അല്ലെങ്കിൽ അത് എന്തായാലും അത് മറക്കും, ആ ഒരു കാര്യം അങ്ങനെയാണ് അവിടെ വരിക. മറിച്ച് നിങ്ങൾ മറന്നാൽ പോലെ, അല്ലെ മറക്കുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സെൽഫിനോട് നിങ്ങൾ ഇങ്ങനെ അഫർമേഷൻ കൊടുക്കുകയാണ്. ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഞാൻ ഭയങ്കര ഒരു കാമാണ്, ഭയങ്കര റിലാക്സ്ഡ് ആണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. എനിക്ക് അവിടെ എക്സാം ഹാളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാര്യവും എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഇത് എക്സാമിന്റെ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ അതിന്റെ ആൻസർ പറയുമ്പോൾ നിങ്ങൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഒരു ബോസിന്റെ മീറ്റിംഗ് ആയിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പോകുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഫിയർ ഉണ്ട്, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷ്വലൈസേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ അത് ഓൾറെഡി അത് എൻഡ് റിസൾട്ട് കണ്ടിട്ട് തുടങ്ങാന്ന് പറയും. നമുക്ക് വേണ്ട റിസൾട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം, ഇൻഡെപ്ത് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാം. ആ ഒരു ഫിയർ കാരണം നമുക്ക് അത് എക്സാമിന് പഠിക്കാനില്ല തന്നെ ആണ് മറന്നു പോകുന്നുണ്ട്. മറന്നുപോകും. ഞാൻ പറഞ്ഞല്ലോ, എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഈ രീതിയിലുള്ള മെസ്സേജ് ആണ്. മാമിനെ ഇങ്ങനെ ഫിയർ ഉള്ളതുകൊണ്ട് തന്നെ മാം ഇങ്ങനെ ഫാമിലി സർക്കിളിനോടെല്ലാം ഇങ്ങനെ പറയുന്നുണ്ടോ, എനിക്കിങ്ങനെ പേടിയുള്ളതുകൊണ്ട് ഞാൻ പഠിക്കുന്നൊക്കെ മറന്നു, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, എന്റെ തലയിലൊക്കെ ഒന്നും കേറുന്നില്ല അല്ലേ. ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മൾ അറിയാണ്ട് പോലും ഇങ്ങനെ പറയണം. വൃത്ത ആൾക്കാരോട് പറയണം, ഇത് പറയേണ്ട ആവശ്യം ശരിക്കും നമുക്കില്ല, എന്നാൽ പോലും നമ്മൾ ഇങ്ങനെ പറയും, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ അതിനുള്ള ആക്ഷൻസ് എന്ന് പറയുമ്പോൾ, ബ്രെയിന് നമുക്ക് പാസ് ചെയ്യുന്ന ഒരു ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. പഠിച്ചതിന്റെ തന്നെ നമ്മൾ മറന്നു. അതാണ് അതിന്റെ റിയാലിറ്റി. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെറുതെ കോൺഷ്യസ്ലി പോലും അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ പറയാൻ പാടില്ല. പഠിച്ചത് ഓർമ്മയില്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല, ടെൻഷൻ കൊണ്ട് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ എക്സാം ഹാളിൽ പോയ ഓർമ്മ ഉണ്ടാവും. അതങ്ങനെ പറയണ്ട, നെഗറ്റീവ് ആയിട്ട് പറയണ്ട. പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ കൊടുക്കുക, എനിക്ക് പഠിച്ചത് ഓർമ്മ ഉണ്ട്, എനിക്ക് അവിടെ പോയി എക്സാം ഹാളിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ കിട്ടും, എനിക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും. എന്നിട്ട് ഇതിങ്ങനെ വിഷ്വലൈസേഷൻ കൊടുക്കുക. ഞാൻ എക്സാം എഴുതി വീട്ടിലേക്ക് എത്തി, വീട്ടുകാരോട് ഞാൻ പറയാണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു, ഭയങ്കര ഈസി ആയിരുന്നു. അതൊക്കെ പറയുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്, നമ്മുടെ ഫീലിങ്സ് എന്താണ്, അതൊക്കെ നമ്മൾ ഇങ്ങനെ വിഷ്വലൈസേഷൻ കൊടുക്കണം. ഇത് നിങ്ങളുടെ ജോബിന്റെ കാര്യത്തിലായിക്കോട്ടെ, നിങ്ങൾ എന്ത് കാര്യത്തിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു ടൂൾ വിഷ്വലൈസേഷനും അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ക്ലിയർ അല്ല? ബാക്കിയുള്ള കാര്യം നമ്മളിപ്പോ SWOT അനാലിസിസ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയില്ല എല്ലാവരുടെയും? അതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയി. ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? യൂസ്ഫുൾ ആയോ നിങ്ങൾക്ക്? യൂസ്ഫുൾ ആയി. എന്താണ് ഇന്നത്തെ സെഷനിൽ നിങ്ങൾ പഠിച്ച കാര്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ പറയും.
ഷോർട്ടായിട്ട് നിങ്ങൾ എന്താണ് ഈ ഒരു സെഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ SWOT അനാലിസിസ് പല തരത്തിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു സിനാരിയോയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സാറേ. ഓക്കെ, സ്ട്രെങ്ത്തിന്റെ കണക്ഷൻ, ഓപ്പർച്യൂണിറ്റി, അതുപോലെ വീക്ക്നെസിന്റെ ത്രെറ്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്കൂടെ കുറച്ചും കൂടെ ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായി. ഓക്കെ, നമുക്കത് പെട്ടെന്ന് അത് കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണ് സാറിന്റെ പ്രസന്റേഷൻ ചെയ്തത്. വളരെ യൂസ്ഫുൾ ആയി. ഓക്കെ. പക്ഷെ ഈ ലിങ്ക് സാറ് ലാസ്റ്റ് ഒന്നും കിട്ടി. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോഴാണ് ആ ലിങ്ക് ഉണ്ട്. കുറച്ചുകൂടെ നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ടാണ് ഇത്രയും മെമ്പേഴ്സ് ഇന്ന് കുറയാൻ കാരണം. ഷെഡ്യൂൾ സാധാരണ ചെയ്യാം. ഞാൻ ജസ്റ്റ് പുറത്ത് കയറി വന്നപ്പോ ജസ്റ്റ് കണ്ടപ്പോ പെട്ടെന്ന് കയറിയതാണ്. തീർച്ചയായിട്ടും ഐ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയി. നമ്മൾ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നാളെ ആയിരുന്നു. ബട്ട് നമുക്ക് നാളെ ഓൾറെഡി ഒരു പ്രോഗ്രാം, ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ്, ഇവന്റ് ഉള്ളത് കൊണ്ടാണ് ഇന്നേക്ക് നമ്മൾ ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള വീക്കിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ ഒരു തലേ ദിവസം തന്നെ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കും കേട്ടോ. ഓക്കെ, സോ ലേറ്റ് ആയതിന് എന്തായാലും എല്ലാവരും സോറി പറയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, എന്താ സാർ? വളരെ യൂസ്ഫുൾ. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. സോ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണ് ആക്ഷനിലേക്ക് കൊണ്ടുവരേണ്ടത്, ഏത് രീതിയിലാണ് ഇത് ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് എനിക്ക് അവോയ്ഡ് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരു കാര്യം ചെയ്യോ, നിങ്ങൾക്ക് എന്താണ് ഇവിടെ മനസ്സിലായിട്ടുള്ള കാര്യം, ഇന്നത്തെ സെഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്നുള്ളത് നമ്മുടെ വെൽത്ത് കാറ്റലിസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇല്ലേ? നിങ്ങൾ എല്ലാവരും നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇല്ലേ നിങ്ങൾ? ഇല്ല സാർ, ഞാനിപ്പോ ഇത് നിലവിലുള്ള ഗ്രൂപ്പാണ് ഉദ്ദേശിച്ചത്. ഒരു വെൽത്ത് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനല്ല, ഞാൻ വേറൊരു കോഴ്സ് ചെയ്ത, അതിലൊരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ലിങ്കുമായി വന്ന് ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അത് നമ്മുടെ വെൽത്ത് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും പേഴ്സണാലിറ്റി ഗ്രോത്ത് അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഫ്രീ ആയിട്ട് ബിസിനസ് സെഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. സോ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്തായാലും ആഡ്, എനിക്ക് ഇതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതില് ഇപ്പൊ വന്നിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, ഇപ്പോ എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ഇതുവരെ അത് അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. എന്തൊക്കെയാണ് നമ്മുടെ പ്ലസ്, എന്തൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ് എന്നുള്ളത്. അത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടെ സ്ട്രെങ്ത്തിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത്തിലോട്ടേക്ക് മാറ്റാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വളരെ ബെറ്റർ ആവാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പക്ഷെ നമ്മൾ ഇതുവരെ അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ല. ഇനി മുതൽ അങ്ങോട്ട് ആ രീതിയിലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റുന്നതാണ് ഈ ഒരു സെഷനിൽ ഈ ഒരു മെത്തേഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ സാർ, തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. യെസ്, അതാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണെന്നുള്ളൊരു കറക്റ്റ് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കൂടെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വെൽത്ത് കാറ്റലിസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ഈ ഒരു മെസ്സേജ്, എന്റെ മെസ്സേജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത നമ്പർ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാം. ദെൻ അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സെഷനിൽ വന്നിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത്, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ, അത് ജസ്റ്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ സെഷനിലേക്ക് കാണാനും നെക്സ്റ്റ് സെഷനിലേക്ക് ജോയിൻ ചെയ്യാനും അതൊരു ഇൻസ്പയറിംഗ് ആവും. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ ഒരു സെഷനിൽ വന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഈ സെഷന്റെ ഫീഡ്ബാക്ക് എന്താണ്, ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ നിങ്ങൾ ഒന്ന് ആ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഷെയർ ചെയ്യൂല്ലോ എല്ലാവരും? ഓക്കെ, താങ്ക് യു. സോ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് ആ ഒരു മെസ്സേജ് ചെയ്തിട്ട് ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് പിന്നെ അടുത്ത സെഷനിൽ ഞാൻ എന്തായാലും കുറച്ച് നേരത്തെ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. Then thank you. Okay. Thank you. നിങ്ങൾ എല്ലാവരും ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. Okay.